ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട പ്രശാന്തച്ചൻ, ബഹുമാനപ്പെട്ട ജോഷിയച്ചൻ, മറ്റ് ബഹുമാനരായ വൈദിക ശ്രേഷ്ഠരെ, സിസ്റ്റേഴ്സ്, ക്രിസ്തുയേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഇന്നേ ദിവസം ആദ്യമായി ഈ ധ്യാനകേന്ദ്രത്തിലേക്ക് കടന്നു വരുവാനും ഈ അനുഗ്രഹീതമായ രാത്രിയിൽ ഈ നൈറ്റ് വിജിലിൽ നിങ്ങളോടൊപ്പം ദൈവത്തിൻ്റെ വചനം വയ്ക്കുവാൻ തക്കവണ്ണം കാരുണ്യവാനായ സ്നേഹവാനായ യേശുതമ്പുരാൻ ബലഹീനനായ എന്നെയും തിരഞ്ഞെടുത്തതോർത്ത് അനുവദിച്ചതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു എങ്കിൽ പോലും ഇത്രയും പേര് ഇന്നിവിടെ കടന്നു വന്നതോർത്ത്, കുറച്ചധികം പേര് വിശുദ്ധ കുംഭസാരത്തിനെല്ലാം ആയിരിക്കുന്നതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണോ? സന്തോഷമാണോ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നല്ല ഉണർവോടെ നല്ല ഉഷാറായി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. 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 സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം കേൾക്കുക, യേശുവിൻ്റെ തിരുവചനം പ്രഘോഷിക്കുക, ആ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ആയിരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ സന്തോഷം. കാരണം നാം ഇവിടെ ഈ കൂട്ടായ്മയിൽ ആയിരിക്കുമ്പോൾ ഇന്നും ജീവിക്കുന്ന ക്രിസ്തുയേശുവിൻ്റെ സന്നിധിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അങ്ങനെ വിശ്വാസമൊക്കെ ഉണ്ടോ? ഉണ്ട്. അതുകൊണ്ടാണല്ലോ അച്ഛാ ഈ രാത്രി ഇവിടെ വന്നിരിക്കുന്നത്, അല്ലേ? അതെ. ഇന്നത്തെ തിരുവചന ചിന്തയ്ക്കായി ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു വേദഭാഗമാണ്. പുതിയ നിയമത്തിൽ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 4-ാമത്തെ തിരുവചനം. മത്തായി എഴുതിയ സുവിശേഷം 5:4 ഞാൻ ഉപയോഗിക്കുന്ന സത്യവേദ പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. നിങ്ങൾ ഉപയോഗിക്കുന്ന POC ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു: വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടുമെന്ന്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ഈ വചനം കേട്ടിട്ടുണ്ടല്ലോ? ഉണ്ട്. കാരണം നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തു ആദ്യമായി പ്രസംഗിച്ച മലപ്രസംഗം അല്ലെങ്കിൽ ഗിരിപ്രഭാഷണം എന്ന് അറിയപ്പെടുന്ന ഏറ്റവും സുപരിചിതമായ ഒരു വേദഭാഗമാണിത്. ഞാനതിൻ്റെ ആദ്യം മുതൽ ഒന്ന് വേണമെങ്കിൽ വായിച്ചു കേൾപ്പിക്കാം. അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി. അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ തിരുവായ്മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചതെന്തെന്നാൽ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. സ്നേഹമുള്ളവരെ, ഗിരിപ്രഭാഷണത്തിൽ യേശുതമ്പുരാൻ നമ്മോട് കൽപ്പിച്ചതായ വേദഭാഗമാണ് വായിച്ചു കേട്ടത്. അതിൽ ഒരേ ഒരു വാക്യം മാത്രമാണ് ഞാൻ ഇന്നത്തെ ഈ ശുശ്രൂഷയ്ക്കായി നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. 5-ാം അധ്യായം 4-ാമത്തെ വാക്യമാണ്: ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. അല്ലെങ്കിൽ വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. സ്നേഹമുള്ളവരെ, ഈ വേദഭാഗം പങ്കുവയ്ക്കുമ്പോൾ എൻ്റെ ആഗ്രഹം കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും, ഇവിടെ വന്നിരിക്കുന്നവർക്ക് മാത്രമല്ല, ഓൺലൈനിലൂടെ ലോകം മുഴുവനും ഇപ്പോൾ ഈ വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും ഈ ഇന്നത്തെ നൈറ്റ് വിജിൽ കൊണ്ടും ഇന്നത്തെ ശുശ്രൂഷ കൊണ്ടും പ്രയോജനപ്പെടണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും എല്ലാം പ്രയോജനപ്പെടണം. നിങ്ങളുടെ മക്കൾക്ക് എല്ലാം പ്രയോജനപ്പെടുമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്, പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. പ്രയോജനം വേണ്ടേ? വേണോ വേണ്ടയോ? വേണം. യെസ് അല്ലേ? ഓക്കെ. സ്നേഹമുള്ളവരപ്പോൾ നിങ്ങളിന്ന് കഷ്ടപ്പെട്ട് ദൂരത്തും ചാരത്തുമായിട്ട് ആലപ്പുഴ IMS ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ
ഒത്തിരി സങ്കടങ്ങളും ഭാരങ്ങളും എല്ലാം നിങ്ങൾക്കുണ്ട്, ഒത്തിരി പ്രതീക്ഷകളുണ്ട്. അതെല്ലാം ഒന്ന് നിറവേറപ്പെടും. എന്നെ ഈ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച അന്ന് മുതൽ ഞാനും ഒത്തിരി പ്രാർത്ഥിച്ച് ആഗ്രഹിച്ചിട്ടാണ് ഇന്നിവിടെ നിൽക്കുന്നത്. കാരണം ദൈവമേ, ഒരു വലിയ ശുശ്രൂഷയാണല്ലോ ഇവിടെ നിറവേറ്റപ്പെടുന്നത്. ഒരു വലിയ ധ്യാന കേന്ദ്രമാണല്ലോ. നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ഒത്തിരി ആഗ്രഹത്തോടെ കൊതിയോടുകൂടി ആ നൈറ്റ് വീജിലേക്ക് കടന്നു വരുമ്പോൾ ദൈവമേ, ബലഹീനായി ഞാനും അവിടെ കടന്നു ചെല്ലുന്നത് കൊണ്ട് ആ പങ്കെടുക്കുന്ന മക്കൾക്കെല്ലാവർക്കും പ്രയോജനം കിട്ടണമല്ലോ, യേശുവിൽ വിശ്വാസം ഉണ്ടാക്കണമല്ലോ, എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണമല്ലോ എന്നുള്ളതായ ഒത്തിരി ആഗ്രഹത്തോടെ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി, നിങ്ങളൊന്ന് ശ്രദ്ധയോടെ കേട്ടിരുന്നാൽ മതി. രാത്രി സമയമാണ്, ക്ഷീണമുള്ള സമയമാണ് എങ്കിൽ പോലും, പലർക്കും പലവിധമായ രോഗങ്ങളും ഭാരങ്ങളും എല്ലാം ഉണ്ട് എങ്കിൽ പോലും കഴിയുന്നത്ര എല്ലാവരും ഒന്ന് ശ്രദ്ധയോടെ സ്റ്റേജിലേക്ക് നോക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ ആണോ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ കേൾക്കണില്ല, ഉറക്കെ പറഞ്ഞേ. ഇപ്പൊ കേട്ടു, സന്തോഷമായി. പ്രിയപ്പെട്ടവരെ, ഈ വേദഭാഗവുമായി ബന്ധപ്പെട്ട് 3 ചിന്തകളാണ് അനുവദിക്കപ്പെട്ട 11 മണി സമയത്തിനുള്ളിൽ പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, അവനവൻ്റെ സങ്കടങ്ങളെ ഓർത്ത്, പ്രതിസന്ധികളെ ഓർത്ത് ദൈവസന്നദ്ധിയിൽ വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ഒന്നുകൂടി പറയട്ടെ, അവനവൻ്റെ സങ്കടങ്ങളെ ഓർത്ത്, പ്രതിസന്ധികളെ ഓർത്ത് കരയുന്നവർക്ക്, ഒരു കാര്യം അടിവരിട്ട് പറയുകയാണ്, ദൈവസന്നദ്ധിയിൽ കരയുന്നവർക്ക് അല്ലെങ്കിൽ വിലപിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കും. രണ്ടാമതായി, അവനവൻ്റെ പാപങ്ങളെ ഓർത്ത് ദൈവസന്നദ്ധിയിൽ കരയുന്നവർ ഭാഗ്യവാന്മാർ, അവർക്കും ആശ്വാസം ലഭിക്കും. മൂന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ, നമുക്കറിയാം ഒത്തിരി സന്യാസ സഭകളുണ്ട്. അതിൽ തന്നെ ഈജിപ്തിലെ മരുഭൂമികളിലുള്ളതായ ഒരു സന്യാസ സഭ, വിലപിക്കുന്നവരുടെ സന്യാസ സഭ ഉണ്ട് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ആ സന്യാസ സഭയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ലോകത്തിൽ പാപം പെരുകുന്നത് കണ്ട് നീതിമാന്റെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന നെടുവീർപ്പ് പോലെ ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്ന, ലോകത്തിൽ പാപം പെരുകുന്നത് കാണുമ്പോൾ അത് കണ്ടുകൊണ്ട് സത്യസന്ധമായി ആത്മാർത്ഥമായി നീതിമാന്റെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന നെടുവീർപ്പ് പോലെ കരയുന്നതായ ഒരു കൂട്ടം സന്യാസിനിമാരുണ്ട്. അങ്ങനെയുള്ള സന്യാസിനിമാരുടെ സഭയുടെ പേരാണ് വിലപിക്കുന്നവരുടെ സന്യാസ സഭ. അതുപോലെ നാം ഓരോരുത്തരും ഇന്നു മുതൽ ലോകം മുഴുവനും വേണ്ടി, ലോകം മുഴുവൻ അനീതിയും അക്രമവും പെരുകുമ്പോൾ, പെരുകി വരുമ്പോൾ, അത് കണ്ടുകൊണ്ട് ആരെയും കുറ്റം വിധിക്കുവാൻ തയ്യാറാകാതെ ലോകം മുഴുവനും വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരായി നമ്മൾ മാറണം. അതാണ് മൂന്നാമത്തെ കാര്യം. ഇങ്ങനെ 3 കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, അവനവൻ്റെ സങ്കടങ്ങളെ ഓർത്ത്, പ്രതിസന്ധികളെ ഓർത്ത് കരയുന്നവർ അല്ല, ആരുടെ സന്നദ്ധിയിൽ കരയുന്നവരാണ്? ദൈവസന്നദ്ധിയിൽ കരയുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സ്നേഹമുള്ളവരെ, ഞാനിത് പങ്കുവയ്ക്കുമ്പോൾ, ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്തു വരുന്നത് പെരുമ്പാവൂരിനടുത്ത്, പെരുമ്പാവൂരിന്ന് കേട്ടിട്ടുണ്ടോ? പെരുമ്പാവൂരിനടുത്ത്, എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് കുറുപ്പമ്പടി എന്ന സ്ഥലമുണ്ട്. കുറുപ്പമ്പടി സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ സഹവികാരി അച്ഛനാണ് ഞാൻ. ആ ദേവാലയത്തിൽ എല്ലാ ബുധനാഴ്ചകളിലും ഇപ്പോൾ രാവിലെ 9 മണി മുതൽ 12:30 വരെ ഏകദിന ധ്യാനം നടന്നു വരുന്നു. കോവിഡിന് ശേഷമാണ് ആ ധ്യാനം ആരംഭിച്ചത്. വലിയ ഇടവകയാണ്, ടൗണിലുള്ള പള്ളിയാണ്, ഒത്തിരി ആളുകളൊക്കെ വരുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിൽ പോലും ആദ്യത്തെ ബുധനാഴ്ച വെറും 40 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ അന്ന് ഞാനൊരു കാര്യം അന്ന് 40 പേരോടും പറഞ്ഞിരുന്നു, സ്നേഹമുള്ളവരെ, നിങ്ങൾ ഇന്നിവിടെ വന്നല്ലോ, സന്തോഷമുണ്ട്. ഒത്തിരി പേരൊന്നുമില്ല, കുറച്ച് പേരേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് ഇന്ന് ഈ ധ്യാനയോഗത്തിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ, ഇന്നോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലൊക്കെ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ ലഭിച്ചുവെങ്കിൽ, ദൈവവിശ്വാസം കൂടുതൽ ലഭിച്ചുവെങ്കിൽ,
നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ലഭിച്ചുവെങ്കിൽ മാത്രം അടുത്ത ബുധനാഴ്ച വന്നാൽ മതി എന്ന് പറഞ്ഞാൽ എൻ്റെ ആഗ്രഹം ഓരോ സുവിശേഷ യോഗത്തിനും കഷ്ടപ്പെട്ട് വരുന്നവർക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം, ദൈവത്തിൽ നിന്ന് പ്രതിഫലം കിട്ടണം, ദൈവ വിശ്വാസം വർദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്കും അത് കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്തായാലും പിറ്റേ ബുധനാഴ്ച അത് 70 പേരായി വർദ്ധിച്ചു. പിറ്റേ ബുധനാഴ്ച 100 പേരായി. അങ്ങനെ കൂടി വന്ന് 6 മാസമായപ്പോഴേക്കും പള്ളി നിറഞ്ഞു കവിഞ്ഞു 400 പേരായി മാറി. അപ്പോൾ ഇതാ പള്ളിയുടെ മുറ്റത്തേക്ക് ആ ധ്യാനയോഗം മാറ്റി. വലിയ സ്റ്റേജുണ്ട്, വലിയ മുറ്റമാണ്. ഇതുപോലെ കുറച്ചുകൂടി ഉയരത്തിൽ ഷീറ്റ് മേഞ്ഞതായ 10,000-2000 പേർക്ക് ഇരിക്കാവുന്ന വലിയ മുറ്റമുണ്ട്. അങ്ങനെ ക്രമീകരണമായി അങ്ങനെ ആ ധ്യാനയോഗം മുന്നോട്ട് പോയി. ഇപ്പോൾ ഏകദേശം 2.5 വർഷമായി. 129 ബുധനാഴ്ച പിന്നിട്ടപ്പോൾ ആ ആദ്യത്തെ ബുധനാഴ്ച വന്ന 40 പേരിൽ നിന്ന് ഇപ്പോൾ ആ ധ്യാനയോഗം 1700 പേരായി. 1700 പേരായി ദൈവം നമ്പരാൻ നടത്തി. ഹല്ലേലൂയ. ദൈവം ഉയർത്തി. ഹല്ലേലൂയ. ബഹുമാനപ്പെട്ട മാത്യു വയലാമണ്ണിലച്ചൻ 2 പ്രാവശ്യം കടന്നു വന്നു. സുപ്രസിദ്ധനായ അനുഗ്രഹീത സുവിശേഷകനായ ഡാനിയേൽ പൂവണ്ണത്തിലച്ചൻ അവിടെ കടന്നു വന്നു. ഹല്ലേലൂയ. സ്നേഹമുള്ളവരും പറഞ്ഞു വന്നത്, ആ ധ്യാനയോഗത്തിന്റെ സ്റ്റേജിൽ ഒരു ബോക്സ്, പ്രയർ ബോക്സ് വെച്ചിട്ടുണ്ട്. അതിൽ ആളുകളുടെ പ്രാർത്ഥനാ വിഷയം എഴുതിയിടുവാനുള്ള ക്രമീകരണമുണ്ട്. അതിൽ തന്നെ ഒരു കാര്യം, ആദ്യ ദിവസങ്ങൾ തന്നെ ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. സ്നേഹമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ആ ബോക്സിൽ നിങ്ങൾക്ക് ഹൃദയം തുറന്ന് മനം തുറന്ന് ധൈര്യമായിട്ട് എഴുതിയിടാം. കാരണം എന്താന്ന് വെച്ചാൽ ആ പ്രാർത്ഥനാ വിഷയങ്ങൾ ഒരിക്കലും പരസ്യമായിട്ട് വിളിച്ചു പറയുകയില്ല. ഈ ഇന്നയാള് ഇന്നതുപോലെ പ്രാർത്ഥനാ വിഷയം സമർപ്പിച്ചിട്ടുണ്ട് എന്നൊന്നും വിളിച്ചു പറയുകയില്ല. പിന്നെയോ അത് ധ്യാനയോഗം കഴിഞ്ഞ സമയം പോലെ ബഹുമാനപ്പെട്ട വൈദികര് മാത്രം എടുത്ത് അത് പ്രാർത്ഥിക്കുകയും ഒരു ദിവസം പരിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും. അത് പ്രസംഗിക്കാൻ പോകുന്നിടത്തൊന്നും വിളിച്ചു പറയുകയില്ല എന്നെല്ലാം പറഞ്ഞു. ആയതിൻ പ്രകാരം ആളുകൾ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതിയിടാൻ തുടങ്ങി. ഒത്തിരി പേർക്ക് അതിന് മറുപടി കിട്ടുന്നുണ്ട്. 200, 250, 300 പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം മിക്കവാറും ബുധനാഴ്ച കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്ന സ്നേഹമുള്ളവരെ, ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളും ബുധനാഴ്ച രാത്രി അതെല്ലാം എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ, ഓരോന്നോരോന്നെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ വാസ്തവത്തിൽ ഞാൻ സത്യസന്ധമായി പറയട്ടെ, എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാറുണ്ട്. കാരണം എൻ്റെ ദൈവമേ, ഇത്രമാത്രം സങ്കടങ്ങളും ഭാരങ്ങളും പേറിയിട്ടാണോ ഈ മനുഷ്യരൊക്കെ ഇന്ന് ജീവിക്കുന്നത് എന്ന് ചിന്തിച്ചു പോകാറുണ്ട്. കാരണം നമ്മളൊന്നും ചിന്തിക്കാത്ത തരത്തിലുള്ളതായ ഒത്തിരി സങ്കടങ്ങളിലൂടെയാണ് ഓരോ വ്യക്തികളും ഓരോ കുടുംബങ്ങളും ഇന്ന് ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ ഏറ്റവും വലിയ ദുരിതം എന്ന് പറയുന്നത് 35, 40, 45 വയസ്സായിട്ട് പെണ്ണ് കിട്ടാത്ത അനേകം ചെറുപ്പക്കാര് നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ ഇടവകളിലുണ്ട്. പെണ്ണ് കിട്ടാനില്ല, കല്യാണം നടക്കുന്നില്ല. മദ്യപാനികളുടെ എണ്ണം കൂടി വരുന്നു. ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന എണ്ണം കൂടി വരുന്നു. കൊട്ടേഷൻ സംഘങ്ങളുടെ എണ്ണം കൂടി വരുന്നു. പ്രിയപ്പെട്ടവരെ, വിവാഹം നടന്നു, ദാമ്പത്യ ബന്ധം, സ്നേഹമില്ല, സമാധാനമില്ല, ഡിവോഴ്സുകൾ കൂടി വരികയാണ്. വിവാഹം കഴിഞ്ഞ് ഏറെ നാളുകളായി മക്കളില്ലാത്ത ദമ്പതിമാരുടെ എണ്ണം കൂടി വരുന്നു. വിദേശയാത്രയ്ക്കുള്ള തടസ്സങ്ങൾ, പ്രിയപ്പെട്ടവരെ, അങ്ങനെ പല കാര്യങ്ങൾ, പല രോഗങ്ങൾ, ദുരിതങ്ങൾ, ലക്ഷങ്ങളും കോടികളും കടഭാരമുള്ളവര്, സ്വന്തമായി ഒരു വീടില്ലാത്തവര്, വാടക കൊടുക്കുവാൻ നിർവാഹമില്ലാത്തവര് എന്നിങ്ങനെ ഒത്തിരി ആളുകൾ സന്തോഷവും സമാധാനമില്ലാതെ ജീവിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, ഒത്തിരി ആളുകൾ സങ്കടക്കടലിലാണ്. ജീവിതത്തിൽ ഒരിഞ്ച് പോലും മുന്നോട്ട് പോകാൻ വയ്യാതെ നിരാശ കൊണ്ടിരിക്കുന്ന അനേകം ആളുകളെ ഈ നാളുകളിൽ പരിചയപ്പെട്ടു. ആത്മഹത്യാ പ്രവണതയുള്ളവരെ പരിചയപ്പെട്ടു. ഡിപ്രഷൻ അനുഭവിക്കുന്ന അനേകം യുവാക്കന്മാരെ പരിചയപ്പെട്ടു. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഇന്ന് പലരും പെട്ടെന്ന് ഡിപ്രഷൻ വരുന്നു, മാനസിക രോഗികളായി മാറുന്നു. അനേകം ചെറുപ്പക്കാരൊക്കെ ഇന്ന് മാനസിക രോഗ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അനേകം ആളുകളെന്ന് വലിയ സങ്കടത്തിലൂടെ ജീവിക്കുമ്പോൾ ഞാൻ പറയട്ടെ, ഇതിനെല്ലാം എന്താണ് പരിഹാരം? ആ പരിഹാരത്തെക്കുറിച്ചാണ് അച്ഛൻ ആദ്യം പറഞ്ഞത്. അവനവന്റെ സങ്കടങ്ങളെ ഓർത്ത്, അവനവന്റെ പ്രതിസന്ധികളെ ഓർത്ത് ദൈവസന്നദ്ധിയിൽ കരയുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സങ്കടങ്ങളും ഭാരങ്ങളും ഒക്കെ മറ്റുള്ളവരോട് പങ്കുവെക്കുന്നത് നല്ലതാണ്. പക്ഷേ അങ്ങനെ പങ്കുവെച്ചു കഴിഞ്ഞാൽ നമുക്ക് അല്പം ആശ്വാസം കിട്ടുമെങ്കിലും അതിന് ഒരു പരിഹാരം കിട്ടുകയില്ല. പ്രിയപ്പെട്ടവരെ, പിന്നെയോ പറയേണ്ടത് ആരോടാണ്? യേശുവിനോടാണ് പറയേണ്ടത്, ദൈവത്തോടാണ്. ആ ദൈവത്തോട് പറയുമ്പോഴാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുന്നത്. ഹല്ലേലൂയ.
സ്നേഹമുള്ളവരെ, അങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ ചൊവ്വാഴ്ച ഒരു അമ്മ എന്നെ കാണാൻ വന്നു. ഈ ചൊവ്വാഴ്ചയല്ല, അതിന് മുൻപ്. ക്രിസ്ത്യാനിയല്ല, ഒരു അക്രൈസ്തവ സഹോദരിയാണ്. ഒരു 55 വയസ്സിന് മുകളിലുള്ളതായ ഒരു സഹോദരി എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു. മകളുടെ കാര്യമാണ് പറഞ്ഞത്. ആ അമ്മ ആ മകളുടെ രോഗവുമായി ബന്ധപ്പെട്ട ഒരു മൊബൈൽ ഫോണിൽ ഒരു ഫോട്ടോ എന്നെ കാണിച്ചു തന്നു. ഒറ്റ പ്രാവശ്യമേ നോക്കിയുള്ളൂ, പിന്നീട് നോക്കാൻ പറ്റിയില്ല, കാണാൻ പറ്റില്ല. എന്തായാലും പിറ്റേ ദിവസം ബുധനാഴ്ച ധ്യാനത്തിന് ആ അമ്മയോട് കടന്നു വരാൻ പറഞ്ഞു. ആ അമ്മ വന്നു, ധ്യാനം കൂടി, പ്രാർത്ഥിച്ച് കടന്നുപോയി. 2-3 ദിവസം കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ ആ ഭവനത്തിലൊന്ന് കടന്നുപോയി. സ്നേഹമുള്ളവരെ, ഈ വന്ന അമ്മയുടെ ഭർത്താവ് നേരത്തെ മരിച്ചുപോയി. ഒരേ ഒരു മകളുണ്ട്. മകളുടെ വിവാഹം കഴിഞ്ഞു. ഒരു 32-33 വയസ്സ് കാണും മോക്ക്. കല്യാണം കഴിഞ്ഞു 5-8 വർഷമായി. ഒരു കുഞ്ഞില്ല അവർക്ക്. അതിന് സങ്കടം അനുഭവിച്ചുകൊണ്ട് ഒരു 3.5 സെന്റ് മാത്രം ഉള്ള സ്ഥലം, ഒരു കുഞ്ഞു വീട്, ആ വീട്ടിൽ ഇങ്ങനെ അവർ തട്ടിമുട്ടി അങ്ങനെ ജീവിച്ചു വരികയാണ്. കുഞ്ഞില്ലാത്തൊരു സങ്കടം അവർക്കുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2 വർഷങ്ങൾക്ക് മുൻപ് ഈ മോളുടെ പേര് അഞ്ജു എന്നാണ്. ഇത് സാക്ഷ്യമായി പറഞ്ഞതുകൊണ്ട് മാത്രം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ആ അഞ്ജുവിൻ്റെ കാലിൽ, കണ്ണങ്കാലിൻ്റെ ഭാഗത്ത് ഒരു ചെറിയ മുള്ളു കൊണ്ടതാണ്. അത് പിന്നെ പഴുക്കാൻ തുടങ്ങി. ആ പഴുപ്പ് അങ്ങനെ കൂടി ഏതാനും ആഴ്ചകളും മാസം കഴിഞ്ഞപ്പോൾ ഈ വലതുകാലിൻ്റെ മുട്ട് മുതൽ പാദം വരെ വലിയ പഴുപ്പായി മാറി, വലിയ വ്രണമായി മാറി. ആ വ്രണമുള്ളതായ ഫോട്ടോയാണ് മൊബൈൽ ഫോണിൽ എന്നെ കാണിച്ചു തന്നത്. ഞാൻ പറയട്ടെ, ഒറ്റ പ്രാവശ്യം മാത്രമേ നോക്കാൻ സാധിച്ചുള്ളൂ. അത്രമാത്രം ഭീകരമായിരുന്നു ആ കാലിൻ്റെ വ്രണം. കാലിൻ്റെ മുട്ട് മുതൽ പാദം വരെ പഴുത്ത വ്രണമായിരിക്കുന്നു. തന്നെയുമല്ല, അവർ പറഞ്ഞത് ആ സമയം, ആ നാളുകളിൽ ആ വലിയ സ്മെല്ല്, മണമായിരുന്നു. ആ വീട്ടിലേക്ക് ആരും കയറി വരാൻ പോലും മടിക്കുമായിരുന്നു. അത്രമാത്രം ബുദ്ധിമുട്ട്, കിടപ്പായി പോയി. പ്രിയപ്പെട്ടവൻ, അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ, ആശുപത്രിയിൽ വീടുകളുമായിട്ട് അങ്ങനെ കഴിയുമ്പോൾ, തൊട്ടടുത്തുള്ളതായ ഒരു സഹോദരി അവിടെ നിരന്തരം കടന്നില്ലെന്നാണ് അയൽവാസിയാണ്. ആ സഹോദരി നിരന്തരമായി ധ്യാനയോഗത്തിന് വരുന്നയാളാണ്. ആ സഹോദരി പറഞ്ഞു, സാരമില്ല, എല്ലാ ബുധനാഴ്ചയും ഇന്ന പള്ളിയിൽ ധ്യാനയോഗമുണ്ട്, ഞങ്ങൾ പോകുന്നതാണ്, ഞങ്ങൾ അഞ്ജുവിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അതുകൂടാതെ മറ്റൊരു വീട്ടിലെ അമ്മ, അതും അക്രൈസ്തവയായ അമ്മയാണ്, അമ്മയും അവിടെ കടന്നു വന്നിട്ട് പറഞ്ഞു, മോളെ അഞ്ജു, നീ പേടിക്കേണ്ട, ഭാരപ്പെടേണ്ട, ഞാൻ ആ പള്ളിയിൽ ധ്യാനയോഗത്തിന് പോകുന്നുണ്ട്, ഞാനും മോക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പ്രാർത്ഥനാ വിഷയം എഴുതിയിടാം, അച്ഛന്മാരോട് പറയാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കാര്യമെല്ലാം പറഞ്ഞതാണ്. ആ അഞ്ജു എന്നെ ഒരു ദിവസം വിളിച്ച് പറഞ്ഞതാണ്. അങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്നേഹമുള്ളവർ, ഈ സമയത്ത് ഈ അഞ്ജുവിൻ്റെ ക്രിയാറ്റിൻ ലെവല് കൂടി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആദ്യം മരുന്നെല്ലാം കൊടുത്ത് പിന്നീട് പറഞ്ഞു, ഇല്ല, അത് നോർമൽ ആകുന്നില്ല, ഡയാലിസിസ് ആരംഭിക്കണം എന്ന് പറയുകയാണ്. അതുകൂടി കേട്ടപ്പോൾ അവർക്ക് ഒത്തിരി സങ്കടമായി. കാലിൻ്റെ അവസ്ഥ അങ്ങനെ വളരെ മോശമായിരിക്കുന്നു. ഇതിൻ്റെ കൂടി ഡയാലിസിസ് കൂടി ചെയ്ത് തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? കേവലം 32-33 വയസ്സുള്ള പ്രായമുള്ളതായ ആ യുവതിയെ സംബന്ധിച്ച് അത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഡോക്ടർ ഡയാലിസിസിനുള്ളതായ ഡേറ്റ് നിശ്ചയിച്ചു. ഈ സമയമെല്ലാം പ്രിയപ്പെട്ടവരെ, ഈ സഹോദരി ഇവിടെ പ്രാർത്ഥിക്കുന്നതിൽ വിശ്വാസമുണ്ടായിരുന്നു. തന്നെയുമല്ല, മൊബൈൽ ഫോണിൽ യൂട്യൂബിലൂടെ ഞാൻ ആദ്യം പറഞ്ഞതായ വയലാമണ്ണിലച്ഛൻ്റെയും ഡാനിയിലച്ഛൻ്റെയും എല്ലാം സുവിശേഷ പ്രസംഗങ്ങൾ നിരന്തരമായി കേൾക്കാൻ തുടങ്ങി. അങ്ങനെ കേട്ട് ഈ ധ്യാനയോഗത്തിന് അടുത്തുള്ളവരൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ സഹോദരിയും പ്രാർത്ഥിച്ചുകൊണ്ട്, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, യൂട്യൂബിലൂടെ സുവിശേഷ വചനം കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ പോയി. ഡയാലിസിസിന്റെ ഡേറ്റ് വന്നു. രാവിലെ അവിടെ ഹോസ്പിറ്റലിൽ ചെന്നു. തലേദിവസം അഡ്മിറ്റായി. ആ സമയമായി ഡോക്ടർ വന്നു കഴിഞ്ഞു. വീണ്ടും ക്രിയാറ്റിൻ പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറയുകയാണ്, ഒരു വലിയ അത്ഭുതമാണല്ലോ നടന്നിരിക്കുന്നത്, ക്രിയാറ്റിൻ ലെവൽ ഇതാ നോർമലായിരിക്കുന്നു, അഞ്ജുവിന് ഡയാലിസിസ് വേണ്ട എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ ശനിയാഴ്ച ഈ അഞ്ജു എന്നോട് പറയുകയാണ്, അച്ഛന്മാരും അവിടെയുള്ള ആളുകളും എല്ലാം അവിടെ ആ ധ്യാനയോഗത്തിന് പ്രാർത്ഥിച്ചപ്പോൾ ഞാനും എൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് ഈ സുവിശേഷ പ്രസംഗങ്ങളെല്ലാം കേട്ടുകൊണ്ട് യേശുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഒരിക്കലും ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്ന് കരുതിയിരുന്നില്ല. പക്ഷേ ആ ക്രിയാറ്റിൻ ലെവൽ നോർമലായി. ഇതാ ഡയാലിസിസ് വേണ്ട എന്നുള്ളതായ തീരുമാനം വന്നു. യേശുദമ്പുരാൻ പ്രവർത്തിച്ചല്ലോ, ഒത്തിരി സന്തോഷമുണ്ട് എന്ന് അക്രൈസ്തവയായ അഞ്ജു കഴിഞ്ഞ ശനിയാഴ്ച പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവർ, തന്നെയുമല്ല
ഏതാനും ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞപ്പോൾ ഇതാ ആ കാല് പഴുത്ത് വ്രണമായിരുന്ന ആ കാല് ഇതാ ഇപ്പോൾ പരിപൂർണമായി യേശു തമ്പുരാൻ സൗഖ്യമാക്കി കൊടുത്തു. ഇന്ന് ആ കുടുംബം മുഴുവൻ യേശുക്രിസ്തുവിൽ ശക്തമായിട്ട് വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത്, യേശുവിനെ കുറിച്ച് കേട്ടപ്പോ യേശുവിൽ വിശ്വസിക്കുവാനും, പ്രിയപ്പെട്ടവരെ, ആ യേശുവിനോട് അവനവന്റെ സങ്കടങ്ങളെ ഓർത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുവാനും ആ കുടുംബത്തിന് ഭാഗ്യമുണ്ടായത് കൊണ്ടാണ് യേശു അവിടെ അത്ഭുതം പ്രവർത്തിച്ചത്. അങ്ങനെയെങ്കിൽ ഈ രാത്രി ഒത്തിരി കഷ്ടപ്പെട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 31-ാമത്തെ വാക്യം, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ് ഈ രാത്രി നിങ്ങൾ ഇവിടെ കടന്നു വന്നത്? എന്തിനു വേണ്ടിയാണ് ഈ സുവിശേഷ പ്രസംഗം? എന്തിനു വേണ്ടിയിട്ടാണ് ഈ നൈറ്റ് വിജിൽ? എന്തിനു വേണ്ടിയിട്ടാണ് ഈ വിശുദ്ധ ബൈബിൾ എഴുതപ്പെട്ടത്? അത് മറ്റൊന്നിനു വേണ്ടിയിട്ടില്ല. യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങളും ഞാനുമെല്ലാം വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിത്യജീവൻ ഉണ്ടാകേണ്ടതിനും വേണ്ടിയിട്ടാണ് ഈ തിരുവചനം എഴുതപ്പെട്ടിരിക്കുന്നത്. ഈ തിരുവചനം ഇന്ന് ഇവിടെ പ്രഘോഷിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോ ആ കുടുംബത്തിന് സൗഖ്യം കിട്ടുവാൻ കാരണം അവര് യേശുവിനോട് പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. അവിടെ സങ്കടങ്ങളും ഭാരങ്ങളും എല്ലാം കണ്ണുനീരോടെ ദൈവസന്നദ്ധിയിൽ പറഞ്ഞതുകൊണ്ടാണ്, പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് അവിടെ സങ്കടങ്ങൾക്ക് പരിഹാരം കിട്ടിയത്, അവർക്ക് രോഗം സൗഖ്യമായത്. പ്രിയപ്പെട്ടവരെ, അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുവിന്റെ സുവിശേഷം അവർ കേൾക്കുവാൻ ഇടയായി. അത് വലിയ ഭാഗ്യമായി പോയി. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ള കൂടപ്പിറപ്പുകളെ, ഈ രാത്രി ഇവിടെ കഷ്ടപ്പെട്ട് വന്നിരിക്കുമ്പോൾ നമുക്ക് ആ ദൈവത്തെ വിളിക്കാൻ തുടങ്ങാം. നമ്മുടെ സങ്കടങ്ങളും ഭാരങ്ങളുമെല്ലാം ആരോടാ പറയേണ്ടത്? ദൈവത്തോട് പറയണം. 121-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ പർവ്വതത്തിലേക്ക് എൻ്റെ കണ്ണുകൾ ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയുടെ സന്നിധിയിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് സഹായം തരുവാനുള്ളത് ആരാണ്? മറ്റാരുമല്ല, നമ്മുടെ കർത്താവാണ്. നമ്മുടെ കണ്ണുകൾ ഉയരത്തിങ്കലേക്ക്, സ്വർഗത്തിലേക്ക് ഉയർത്തണം, പർവ്വതത്തിലേക്ക് ഉയർത്തണം. പർവ്വതത്തിലേക്ക് ഉയർത്തി കഴിയുമ്പോൾ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയെങ്കിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് ആ സഹായം നമുക്ക് ലഭിക്കും. വിശ്വാസമുണ്ടോ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നല്ലൊരു മനോഹരമായ പാട്ടുണ്ട്, ഞാനൊന്ന് പാടിക്കോട്ടെ. 2 ലൈൻ പാടാം. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻകിരിയിൽ, ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻകിരിയിൽ, എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ, എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ, ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻകിരിയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്നിടും ഞാൻ ഭാഗ്യദേശേ, ഹല്ലേലൂയ. പാടി സദാ കാലവും ഞാൻ വാണിടുവാൻ, ഹല്ലേലൂയ. പാടി സദാ കാലവും ഞാൻ വാണിടുവാൻ, ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻകിരിയിൽ. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. നല്ല അർത്ഥമുള്ളതായ പാട്ടാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ കണ്ണുകൾ ഉന്നതങ്ങളിലേക്ക് ഉയർത്തുമ്പോ, ആ സ്വർഗത്തിലെ ദൈവത്തെ വിളിക്കുമ്പോ, അപ്പാ എന്ന് വിളിക്കുമ്പോ അപ്പൻ മറുപടി തരും. മോനെ,
മോളെ എന്തിനാ കരയണത്? അപ്പൊ നമ്മുടെ കാര്യങ്ങൾ പറയാം. യേശുവേ, ഇന്നതുപോലെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, രക്ഷയില്ല കർത്താവേ, ഇന്ന് ഈ ശുശ്രൂഷ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പോലും പറ്റില്ല, അത്രമാത്രം പ്രതിസന്ധികൾ എൻ്റെ മുമ്പിലുണ്ട്, ഒന്ന് സഹായിക്കാമോ, ഒന്നൊരു ഉത്തരം തരാമോ, എന്നെ സ്പർശിക്കാമോ എന്ന് ചോദിച്ചാൽ ആ സ്വർഗത്തിലെ അപ്പൻ മറുപടി തരും, മോനെ മോളെ സാരമില്ല, നിന്നെ സഹായിക്കാൻ ഞാനുണ്ട്. ഹല്ലേലൂയ. ബെത്സയിദ കുളക്കരയിൽ 38 വർഷക്കാലം തളർന്നു കിടന്ന തളർവാദ രോഗിയായ മനുഷ്യൻ, നമുക്ക് ആ സംഭവം അറിയാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 7-ാം വാക്യത്തിലുണ്ട്, പ്രിയപ്പെട്ടവരെ, അവിടെ അവന് സഹായിക്കാൻ ആരുമില്ലായിരുന്നു. ആ കുളത്തിൽ ദൈവദൂതൻ എപ്പോഴെങ്കിലും ഏത് സമയത്താണെന്നറിയില്ല ഇറങ്ങി വന്ന് വെള്ളം കലക്കുമ്പോൾ ആദ്യമായിട്ട് അങ്ങോട്ട് ഇറങ്ങുന്ന വ്യക്തിക്ക് സൗഖ്യം കിട്ടുമായിരുന്നു. അപ്പൊ ഇയാൾക്ക് നടക്കാൻ പറ്റില്ല, ആരും സഹായിക്കാനില്ല, ഭാര്യയോ മക്കളോ സ്വന്തം ജനങ്ങളോ ബന്ധുജനങ്ങളോ ആരും വന്നിട്ടില്ല. പിന്നെ എങ്ങനെയെങ്കിലും പതുക്കെ ഉരുണ്ട് ആ വെള്ളത്തിൻ്റെ ഇടക്കേക്ക് എത്താറാവുമ്പോഴേക്കും തന്റെ ആരെങ്കിലും മറ്റൊരാൾ അതിനു മുൻപേ അവിടെ ഇറങ്ങിയിരിക്കും, ആരെങ്കിലും അവിടെ ഇറക്കിയിരിക്കും. അപ്പോൾ ഇയാൾക്ക് സൗഖ്യം കിട്ടുമായിരുന്നില്ല. എത്ര കൊല്ലായി? 38 കൊല്ലായി. അങ്ങനെ ഒരു നാൾ യേശു അവിടേക്ക് എഴുന്നള്ളി വന്നു. യേശു ചോദിച്ചു, മോനെ, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോടാ? അപ്പൊ അവൻ പറഞ്ഞത്, യജമാനനെ, എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നുള്ളതായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ അതുപോലെ എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നുള്ള നിരാശയോടെ, വലിയ ബുദ്ധിമുട്ടോടെ കടന്നു വന്നിരിക്കുന്ന ആരെങ്കിലും ഇവിടെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പറയട്ടെ, യേശു പറയുന്നു, മോനെ മോളെ, നീ ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല, നിന്നെ സഹായിക്കാൻ ഞാനുണ്ട്. വിശ്വാസമുണ്ടോ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ചതിൻ്റെ 3-ാം ദിവസം ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ സരോജിനി നായിഡു ഇങ്ങനെ പ്രസംഗിച്ചു, അല്ലയോ മഹാത്മജി, അങ്ങ് മരിച്ചിട്ട് ഇന്ന് 3 ദിവസമായല്ലോ. ഞാൻ വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടതിൻ്റെ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട ബാപ്പുജി, അങ്ങ് ദയവായി ഉയർത്തെഴുന്നേറ്റ് വരൂ, അനാഥമായ ഭാരതഭൂമിയെ സനാഥമാക്കൂ എന്ന് സരോജിനി നായിഡു ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ പ്രസംഗിച്ചു. പക്ഷേ മഹാത്മാഗാന്ധി ഉയർത്തെഴുന്നേറ്റ് വന്നില്ല. സ്നേഹിക്കപ്പെട്ടവരെ, മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ചത് ഒരു വെള്ളിയാഴ്ചയായിരുന്നു. യാദൃച്ഛികവശാൽ ജോൺ എഫ് കെന്നഡി കൊല്ലപ്പെട്ടതും ഒരു വെള്ളിയാഴ്ചയായിരുന്നു. എബ്രഹാം ലിങ്കൺ കൊല്ലപ്പെട്ടതും ഒരു വെള്ളിയാഴ്ച തന്നെയായിരുന്നു. അവരെല്ലാവരും ഈ ലോകം മുഴുവനും അല്ലെങ്കിൽ ഓരോ രാജ്യങ്ങൾക്കും വളരെ പ്രിയപ്പെട്ട നേതാക്കന്മാരായിരുന്നു, രാഷ്ട്ര നേതാക്കന്മാരായിരുന്നു. അവരെല്ലാവരും വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരണമെന്ന്, വീണ്ടും ജീവിക്കണമെന്ന് ലോകം മുഴുവൻ്റെയും ആഗ്രഹമായിരുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ അവരാരും ഇന്നേ വരെ ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടില്ല. എന്നാൽ ലോക ചരിത്രത്തിൽ ഒരേ ഒരാൾ നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തു മാത്രം മരിച്ചു, അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ആ യേശു ഇന്നും ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആലപ്പുഴ IMS ധ്യാന കേന്ദ്രത്തിലേക്ക്, നമ്മുടെ മധ്യത്തിലേക്ക് ആരെഴുന്നള്ളി വന്നിട്ടുണ്ട്? യേശു എഴുന്നള്ളി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ ജീവനുള്ള ദൈവമാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, ഈ രാത്രി ശുശ്രൂഷ കഴിഞ്ഞ് വെളിപ്പാങ്കാലത്ത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് തിരികെ പോകുമ്പോൾ നിങ്ങളുടെ കൂടെ ആര് കടന്നു വരും? യേശു കടന്നു വരും. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിൽ യേശു ഉണ്ടാകും. അപ്പൊ യേശുവിനോട് പറയണം, അപ്പാ യേശുവേ, എൻ്റെ പ്രശ്നങ്ങൾ ഇന്നതൊക്കെയാണ്, ഞാൻ വിശ്വസിക്കുന്നു നിനക്ക് എൻ്റെ പ്രശ്നത്തിന് പരിഹാരം തരാൻ പറ്റുമെന്ന് പറയുമ്പോ വിശ്വാസത്തോടെ പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, ആ കർത്താവ് നമ്മുടെ പ്രശ്നങ്ങൾ കേട്ടിട്ട് അവൻ മനസ്സലിവുള്ളവനാണ്. ആ മനസ്സലിവുള്ള യേശു അവൻ അത്ഭുതം ചെയ്യാൻ കഴിവുള്ളവനാണ്. മരിച്ചവനെ പോലും ഉയർത്തെഴുന്നേൽപ്പിച്ചവനാണ്. ആര്? യേശു. ആ യേശു തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങും. അതുകൊണ്ടാണ് വചനം ഞാൻ ആദ്യം പറഞ്ഞു വന്ന ഭാഗം ഇതാണ്. എന്താണ്? അവനവന്റെ സങ്കടങ്ങളെ ഓർത്ത്, അവനവന്റെ പ്രതിസന്ധികളെ ഓർത്ത്, വീണ്ടും പറയുന്നു,
കരയുന്നവരല്ല. ആരുടെ സന്നിധിയിൽ കരയുന്നവർ? ദൈവസന്നിധിയിൽ കരയുന്നവർ, യേശുവിൻ്റെ സന്നിധിയിൽ കരയുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ഞാൻ പറയട്ടെ, ഈ ശുശ്രൂഷയുടെ അവസാന സമയത്ത് നമുക്ക് എഴുന്നേറ്റ് നിന്ന് അല്പസമയം കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം, സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷ കഴിഞ്ഞ് നിങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ ഞാൻ പറയട്ടെ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് തമ്പുരാൻ പരിഹാരം തരാൻ തുടങ്ങുകയാണ്. വിശ്വാസമുള്ളവർക്ക്. ആരിൽ വിശ്വാസമുള്ളവർക്ക്? യേശുവിൽ വിശ്വാസമുള്ളവർക്ക്. ഉറങ്ങിപ്പോയോ? ഇല്ല. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ ഹാലേലൂയ. ഇത്രയും സൗണ്ട് പോരല്ലോ, ഉറക്കപ്പറ ഹാലേലൂയ. ഒന്ന് പറഞ്ഞേ ഹാലേലൂയ. കർത്താവായ യേശുവേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു. അങ്ങ് ദൈവപുത്രനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, അങ്ങ് എൻ്റെ രക്ഷകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ. ഞാൻ ഏതാനും ചില കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ യേശുനാമം എന്ന മറുപടി പറയാമോ? ഹല്ലേലൂയ. പിതാവാം ദൈവം നൽകിയ നാമം യേശുനാമം. ഒന്ന് പറഞ്ഞേ യേശുനാമം. ഹല്ലേലൂയ. എല്ലാ നാമത്തിനും ഉപരിയായുള്ള നാമം. സൗണ്ട് സഹോദരിമാര് പറയാനില്ല, ക്ഷീണിച്ചു പോയോ? ഒന്നുകൂടി പറഞ്ഞു തരാം, ഞാൻ പറയുമെന്ന് ഉറക്കെ പറയാമോ? ഹാലേലൂയ. പിതാവാം ദൈവം നൽകിയ നാമം. കൊള്ളാം. എല്ലാ നാമത്തിനുപരിയായ നാമം. പിശാചുകൾ ഞെട്ടി വിറയ്ക്കുന്ന നാമം. ഉറക്കെന്ന് പറഞ്ഞേ യേശുനാമം. ഹാലേലൂയ. സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്ന നാമം. കൊള്ളാം. ഹാലേലൂയ. ഈ ഭാഗത്തിരിക്കുന്നവർ പറയുന്നില്ല, ഉറക്കെ പറയണം കേട്ടോ. ഹാലേലൂയ. നമ്മെ ദൈവ മക്കളാക്കുന്ന നാമം. പറഞ്ഞേ യേശുനാമം. കൊള്ളാം. ഹാലേലൂയ. പാപമോചനം നൽകുന്ന നാമം, രോഗശാന്തി നൽകുന്ന നാമം, നമ്മുടെ രക്ഷയ്ക്കായുള്ള ഏകനാമം. ഹാലേലൂയ. സകലത്തിന്റെ മേലും അധികാരമുള്ള നാമം, പരിശുദ്ധാത്മാവിനെ നൽകുന്ന നാമം, അനുഗ്രഹം വാഗ്ദാനം ചെയ്യുന്ന നാമം, നമ്മുടെ ആപത്ഘട്ടങ്ങളിൽ വിളിക്കാവുന്ന ഏകനാമം. ഹാലേലൂയ. അപ്പൊ ഇന്നു മുതൽ ആ കർത്താവും രക്ഷകനുമായ യേശുവിനെ നിങ്ങൾ വിളിക്കുമ്പോ, അവനെ ആരാധിക്കുമ്പോ, അപ്പാ എന്ന് വിശ്വാസത്തോടെ കണ്ണുനീരോടെ സങ്കടത്തോടെ വിളിക്കുമ്പോ, ആ യേശു നിങ്ങളുടെ വീട്ടിലേക്ക് എഴുന്നള്ളി വരും, നിങ്ങൾ ആയിരിക്കുന്നിടങ്ങളിലേക്ക് എഴുന്നള്ളി വരും, നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കും, നിങ്ങളെ ആശ്വസിപ്പിക്കും, നിങ്ങളുടെ പ്രയാസങ്ങൾക്ക് മറുപടി തരും. ഉറപ്പാണ്. ഹല്ലേലൂയ. ഞാൻ സമയമുണ്ടെങ്കിൽ വേറെ ഒന്ന് രണ്ട് അനുഭവങ്ങളോടി പങ്കുവെക്കാം. വിളിച്ചാൽ വിളി കേൾക്കുന്ന, പരിഹാരം തരുന്ന ഒരു യേശുവിൻ്റെ സന്നിധിയിലാണ്, ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സന്നിധിയിലാണ് ഞാനും നിങ്ങളും പറഞ്ഞ് വന്നിരിക്കുന്നത്. ആണോ? അതെ. ഹല്ലേലൂയ. ഒന്നാമത്തെ ആ ചിന്ത ഞാൻ പങ്കുവെച്ചു കഴിഞ്ഞു. അവനവൻ്റെ സങ്കടങ്ങളെ ഓർത്ത്, പ്രതിസന്ധികളെ ഓർത്ത് കരയുന്നവരല്ല. എവിടെ കരയുന്നവരാണ്? ദൈവസന്നിധിയിൽ കരയുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. രണ്ടാമത്തെ ചിന്തയിലേക്ക് കടക്കുകയാണ്. അവനവൻ്റെ പാപങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ കരയുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം അല്ലെങ്കിൽ നിത്യജീവൻ ലഭിക്കും. പ്രിയപ്പെട്ടവർ, നമുക്കിപ്പോൾ യേശുവിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായാൽ മാത്രം പോരാ. പിന്നെ ഒരു കാര്യം കൂടി, ആത്യന്തികമായ ഒരു കാര്യമുണ്ട്. വിശുദ്ധ ബൈബിളിൽ ജ്ഞാനിയായ ശലോമോൻ സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ പറയാം. പൊടി പണ്ട് ആയിരുന്നത് പോലെ മണ്ണിലേക്ക് തിരികെ ചേരും, ആത്മാവോ അതിന് നൽകിയതായ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങിച്ചേരും. ഈ കാര്യത്തെക്കുറിച്ചൊക്കെ ബോധ്യമുണ്ടല്ലോ അല്ലേ? എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നവര് 30, 40, 50, 60, 70, 80 വയസ്സുള്ളവരൊക്കെ ഉണ്ട്. പ്രായം എത്രയാണെങ്കിലും, കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും, ഒരു നാൾ നമ്മളെല്ലാവരും മരിച്ചു പോകും. മരിക്കുമോ? മരിക്കും. ആരാണ് എപ്പോൾ മരിക്കുന്നത് എനിക്കോ നിങ്ങൾക്കറിയില്ല. മരണം ഉറപ്പാണ്. അങ്ങനെ മരിച്ചു. നമ്മുടെ ശരീരം പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പള്ളി സെമിത്തേരിയിൽ അടക്കം ചെയ്തു. അങ്ങനെ
ആ ശവശരീരം അടക്കം ചെയ്ത് കഴിഞ്ഞു. ആഴ്ചകൾ, മാസങ്ങൾ, ആണ്ടുകളെല്ലാം കഴിയുമ്പോൾ അടക്കിയ സമയത്ത് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു കേട്ടോ, നല്ല സുന്ദരിയായിരുന്നു, സുന്ദരനായിരുന്നു. പക്ഷേ കുറെ കാലം കഴിഞ്ഞു ആ ശവശരീരം മണ്ണോട് മണ്ണായി അലിഞ്ഞു ചേരും. അതാണ് ശലോമോൻ പറഞ്ഞത്, പൊടി പണ്ട് ആയിരുന്ന പോലെ മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും. പക്ഷെ ഒരു കാര്യമുണ്ട്, ആത്മാവുണ്ട് അല്ലേ? ആത്മാവ് സെമിത്തേരിയിൽ തീരുകയാണോ? അല്ല, ആത്മാവോ അതിന് നൽകിയതായ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. അപ്പൊ നമ്മുടെ ആത്മാവ് ഇവിടെ തീരുന്നില്ല. ആത്മാവ് എവിടെ ചെല്ലണം? ദൈവത്തിൻ്റെ അടുക്കൽ തന്നെ തിരികെ ചെല്ലണം. പ്രിയപ്പെട്ടവരെ, അപ്പോ ആ ആത്മാവ് ദൈവത്തിൻ്റെ അടുക്കൽ തന്നെ തിരികെ ചെല്ലാൻ വേണ്ടിയിട്ടാണ് ആ പിതാവാൻ ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു തരികയും ആ യേശു 2000 വർഷങ്ങൾക്ക് മുൻപ് 33 തിരുവയസ്സിൽ നമുക്ക് വേണ്ടി കാൽവറിയിൽ ആ ക്രൂശിൽ 3 ആണികളിൽ മേൽ പിടഞ്ഞ് മരിക്കുകയും ചെയ്തത്. വിശ്വാസമുണ്ടോ? ഉണ്ട്. ധ്യാനകേന്ദ്രത്തിൽ വന്നു ധ്യാനം കൂടിയവരാണ്. ധ്യാനവുമായി ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ വചനവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ് ഇവിടെയുള്ള എല്ലാവരും. അപ്പോൾ നമുക്കറിയാം, യേശു കുരിശിൽ മരിച്ചത് എൻ്റെയും കൂടി പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ, ഞാൻ ഏറ്റവും സിമ്പിളായിട്ടാണ് പറയുന്നത്, എൻ്റെ ആത്മാവ് നരകത്തിൽ പോകാതിരിക്കാനാണ്. പിന്നെ എവിടെ പോകണം? സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് എൻ്റെ യേശു കുരിശിൽ മരിച്ചത്. അങ്ങനെയെങ്കിൽ ഞാൻ ഇനിയും പാപം ചെയ്യാൻ പാടുണ്ടോ? ഉണ്ടോ? ഇല്ല. പാപം ചെയ്താൽ കർത്താവിന് ഒത്തിരി സങ്കടമാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അച്ഛൻ പറയട്ടെ, വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം 61-ാം തിരുവചനത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. എപ്പോഴാണെന്നറിയാമോ? അപ്പോൾ കോഴി കൂകി കഴിഞ്ഞപ്പോൾ യേശുദമ്പുരാൻ തിരിഞ്ഞിട്ട് ഒരു നോട്ടം നോക്കി. ആരെ? പത്രോസിനെ. അപ്പോൾ പത്രോസിന് തെറ്റുപറ്റി, പാപബോധ്യമുണ്ടായി. അവൻ പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു. ഞാനത് പിന്നീട് പറയാം. സ്നേഹമുള്ളവരെ, പത്രോസ് യേശുവിനെ തള്ളിക്കളഞ്ഞു എന്ന് മനസ്സിലായപ്പോഴാണ് പത്രോസ് കരയാൻ. ഞാനിപ്പോൾ തന്നെ പറഞ്ഞു പോയേക്കാം. കാരണം ഏതാനും നാഴികൾക്ക് മുൻപ് യേശുദമ്പുരാൻ താനിങ്ങനെ കഷ്ടത അനുഭവിക്കാൻ പോവുകയാണൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പത്രോസ് പറയുന്നുണ്ട്, അതും ശരിയാകില്ല, ഞങ്ങൾ സമ്മതിക്കില്ല, ഞാൻ നിന്നോടുകൂടെ തടവിലാകുവാനും മരിക്കാൻ പോലും തയ്യാറാണ് എന്ന് വലിയ വീരവാദം പറഞ്ഞവനായിരുന്നു പത്രോസ്. എന്നാൽ അല്പനിമിഷം കഴിഞ്ഞപ്പോൾ യേശുദമ്പുരാനെ പടയാളികൾ പിടിച്ചുകൊണ്ടുപോയി. ചുരുക്കി പറയട്ടെ, അങ്ങനെ പോകുന്ന വഴിക്കും ആ ന്യായവിസ്ഥാനത്തിന് വേണ്ടി അവിടെ നിർത്തിയിരിക്കുമ്പോഴൊക്കെ 1, 2, 3 വട്ടം. അപ്പൊ യേശുദമ്പുരാൻ പത്രോസിനോട് മറുപടി പറഞ്ഞ, അല്ല പത്രോസേ, നിനക്ക് സാധിക്കില്ല, ഇന്ന് കോഴി കൂകുന്നതിന് മുമ്പ് നീ എന്നെ 3 വട്ടം തള്ളിപ്പറയുമെന്ന് പറഞ്ഞതാണ്. പത്രോസ് പറഞ്ഞില്ല, ഞാൻ തള്ളിപ്പറയില്ല, ഞാൻ നിന്നോട് കൂടെ മരിക്കാനും തടവിലാകാനും തയ്യാറാണ്. പക്ഷെ ആ കാര്യം നിറവേറിയില്ല. സ്നേഹമുള്ളവരെ, യേശുവിനെ പിടിച്ചു കൊണ്ടുപോയി. ആ സമയത്ത് 3 പ്രാവശ്യമാണ് 3 പേര് ചോദിച്ചു, പത്രോസ്, എടാ പത്രോസ് എന്നല്ല, സഹോദര, നീ അവൻ്റെ ശിഷ്യനല്ലേ? അല്ല. ഞാൻ നാട്ടുകാരനാണോ? അല്ല. അല്ല, ഞാൻ അറിയ പോലുമില്ല, നിങ്ങൾ എന്താണ് പറയുന്നത്, എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പത്രോസ് പറയുന്നുണ്ട്. 3 പ്രാവശ്യം യേശുദമ്പുരാനെ പത്രോസ് തള്ളിപ്പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് കോഴി കൂകിയത്, വെളുപ്പാങ്കാലം. ആ സമയമാണ് യേശുദമ്പുരാൻ തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. പ്രിയപ്പെട്ടവരെ, പത്രോസിനെ തമ്പുരാൻ വഴക്ക് പറഞ്ഞില്ല, ശാസിച്ചില്ല. നോക്കിയത് ദേഷ്യത്തോടു കൂടിയൊന്നും അല്ലായിരുന്നു, വളരെ വിഷമത്തോടെ, സങ്കടത്തോടെ നോക്കി. അതിൻ്റെ അർത്ഥം, മോനെ പത്രോസേ, നീ എന്നെ തള്ളിപ്പറഞ്ഞല്ലോ എന്നുള്ളതായ സങ്കടം മുഴുവൻ ആ ഒരൊറ്റ നോട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ പത്രോസിന് പെട്ടെന്ന് കാര്യം മനസ്സിലായി. അയ്യോ, കോഴി കൂകിയല്ലോ, ഞാൻ യേശുദമ്പുരാൻ പറഞ്ഞതുപോലെ 1, 2, 3 പ്രാവശ്യം തമ്പുരാനെ തള്ളിപ്പറഞ്ഞല്ലോ. അയ്യോ, അങ്ങനെ തള്ളിപ്പറയാൻ പാടില്ലായിരുന്നല്ലോ. കാരണം ഒത്തിരി ഉണ്ട്.
മീനുളമ്പെന്ന് അറന്നതായിരുന്ന ജീവിത പടകിൽ നിന്ന് യേശു ക്രിസ്തുവാണല്ലോ എന്നെ വിളിച്ച് വേർതിരിച്ച് ശിഷ്യനാക്കി മാറ്റിയത്, ശിഷ്യന്മാരിൽ പ്രധാനിയാക്കി മാറ്റിയത് ഞാൻ മറന്നുപോയല്ലോ. അയ്യോ, പാടില്ലായിരുന്നു. ഒരിക്കൽ എൻ്റെ അമ്മായിയമ്മ പനി പിടിച്ചു കിടന്നപ്പോ അമ്മായിയമ്മയ്ക്ക് സൗഖ്യം യേശു കൊടുത്ത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണല്ലോ, ഞാനത് മറന്നുപോയി. ഒത്തിരി അത്ഭുതങ്ങൾ ഈ യേശു ചെയ്തത് ഞാൻ കണ്ടതാണല്ലോ, ഞാൻ മറന്നുപോയി. ഞാൻ തള്ളിപ്പറയാൻ പാടില്ലായിരുന്നു. എന്നെക്കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രന ക്രിസ്തു എന്ന് ഞാൻ അടിവരയിട്ട് പറഞ്ഞതായിരുന്നു. പക്ഷേ അത് ഞാൻ മറന്നുപോയി. അയ്യോ അയ്യോ, തെറ്റുപറ്റിപ്പോയല്ലോ. പത്രോസിന് ഭയങ്കര സങ്കടമായി. തൻ്റെ തെറ്റിനെയോർത്ത് കുറ്റബോധം, പാപബോധം ഉണ്ടായി. പത്രോസ് എന്താ ചെയ്തത്? പുറത്തിറങ്ങി അതിദുഃഖത്തോടെ പൊട്ടിക്കരഞ്ഞു. അതിദുഃഖത്തോടെ പൊട്ടിക്കരഞ്ഞു. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ബൈബിളിൽ പറയുന്നില്ല എങ്കിലും വേദശാസ്ത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ആ രാത്രി മുതൽ, ആ വെളുപ്പംകാലം മുതൽ പത്രോസിന്റെ ജീവിതത്തിന്റെ അവസാന കാലം വരെയും ഓരോ വെളുപ്പംകാലത്തും കോഴി കൂകുന്നത് കേൾക്കുമ്പോൾ പത്രോസ് പെട്ടെന്ന് ചാടി എഴുന്നേൽക്കും. എന്നിട്ട് അതിദുഃഖത്തോടെ ഓരോ വെളുപ്പംകാലത്തും പ്രഭാതത്തിലും അവൻ കരയുമായിരുന്നു. അയ്യോ, ഇതുപോലെ ഒരു പ്രഭാതത്തിലാണല്ലോ, വെളുപ്പംകാലത്താണല്ലോ കോഴി കൂവുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞത് എന്നോർത്ത് അവൻ എന്നും കരയുമായിരുന്നു. കരഞ്ഞ് 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 ഈ 2 കവിൾത്തടങ്ങളിൽ കണ്ണിന് താഴേക്ക് കണ്ണുനീർ ചാലുകൾ രൂപപ്പെട്ടിരുന്നു എന്ന് വേദശാസ്ത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. പത്രോസിന് ആഴത്തിലുള്ളതായ പാപബോധം കിട്ടി കർത്താവിനെ തള്ളിപ്പറഞ്ഞതുകൊണ്ട്. ഞാനിത് പറയുവാൻ കാരണം, സ്നേഹമുള്ളവരെ, ഈ ധ്യാനകേന്ദ്രത്തിലേക്ക് നമ്മുടെ കർത്താവ് എഴുന്നള്ളി വന്നിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരെയും, ഈ പ്രസംഗിക്കുന്ന എന്നെയും കർത്താവ് ഇപ്പോൾ നോക്കുന്നുണ്ട്. ആ നോട്ടത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോനെ മോളെ, ഈ അടുത്ത നാളുകളിൽ നീ എന്നെ എത്ര പ്രാവശ്യം തള്ളിപ്പറഞ്ഞു, എത്ര പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ഈ അടുത്ത നാളുകളിൽ എത്ര പ്രാവശ്യം പിശാചിന്റെ കൂടെ പോയി ഒന്ന് ചിന്തിക്കേണ്ട രാത്രിയാണ് ഇന്ന്. പത്രോസ് 3 പ്രാവശ്യം മാത്രമേ യേശുവിനെ തള്ളിപ്പറഞ്ഞുവെങ്കിൽ ഞാനും നിങ്ങളുമെല്ലാം യേശുക്രിസ്തു രക്ഷകനും നാഥനുമായി സ്വീകരിച്ചതിന് ശേഷം, യേശു മരിച്ചത് എന്റെയും കൂടി പാപത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള ബോധ്യം കിട്ടിയതിനു ശേഷം, ഈ കർത്താവിനെ രുചിച്ചറിഞ്ഞതിന് ശേഷം, അവൻ നൽകിയതായ ഒത്തിരി അനുഗ്രഹങ്ങൾ സ്വീകരിച്ച ശേഷം, ഞാനും നിങ്ങളുമെല്ലാം ഈ നാളുകളിൽ 3 അല്ല 30 അല്ല 300 അല്ല, ഒരു 3000 വട്ടമെങ്കിലും യേശുവിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടാകാം. ആ യേശു ഒത്തിരി സങ്കടത്തോടെ ഈ ധ്യാന ഹാളിലേക്ക് കടന്നു വന്ന് എന്നെയും നിങ്ങളെയും ഇപ്പോൾ സങ്കടത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചോദിക്കട്ടെ, ആർക്കെല്ലാം ഇന്ന് രാത്രി 11 മണിക്ക് മുൻപ് തൻ്റെ പാപങ്ങളെ ഓർത്ത് ഒന്ന് പശ്ചാത്തപിക്കുവാൻ, കണ്ണുനീരോടെ ഏറ്റുപറയുവാൻ, ഒരു വിശുദ്ധ കുമ്പസാരം നടത്തുവാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഹല്ലേലൂയ എന്ന് പറഞ്ഞേ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മുടെ ആത്മാവിന് വിലയുണ്ട്. ആത്മാവിന് വലിയ വിലയുണ്ട്. ഈ ലോകത്തിന് അനുഗ്രഹങ്ങൾ ദൈവം തമ്പുരാൻ തരും. എന്നാൽ അത് മാത്രം മതിയോ? പോരാ പ്രിയപ്പെട്ടവരെ, അത് പോരാ. നമുക്ക് ആത്മാവിന്റെ ആ വില മനസ്സിലാക്കി ഇന്ന് മുതൽ ഒരു ഉറച്ച തീരുമാനം വേണം. എൻ്റെ ആത്മാവ് നരകത്തിൽ പോകാൻ പാടില്ല, സ്വർഗത്തിൽ പോകണം, നിത്യജീവൻ എനിക്ക് കിട്ടണം. വേണ്ടേ? വേണം. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, 1 കൊരിന്ത്യലേഖനം 6-ാം അധ്യായം 16-17 തിരുവചനങ്ങൾ. 1 കൊരിന്ത്യലേഖനം 6-ാം അധ്യായം 16-17 തിരുവചനങ്ങളിൽ ഇങ്ങനെ പറയുന്നു. പൗലോസിക പറയുകയാണ്, വേശ്യയുമായി പറ്റിച്ചിരുന്നവൾ അവളുമായി ഏക ശരീരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? കർത്താവുമായി പറ്റിച്ചിരുന്നവൻ അവനുമായി ഏകാത്മാവാകുന്നു. ദുർനടപ്പ് വിട്ട് നിങ്ങൾ ഓടണം എന്ന് പറയുമ്പോൾ, വേശ്യയുമായി പറ്റിച്ചിരുന്നവൻ അവളുമായി ഏക ശരീരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നല്ലോ. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. വീണ്ടും പറയുന്നു, കർത്താവുമായി പറ്റിച്ചേരുന്നവൻ അവനുമായി ഏകാത്മാവിലാകുന്നു. സ്നേഹമുള്ളവരെ, ചോദിക്കട്ടെ, ഈ നാളുകളിൽ നമ്മൾ കർത്താവിനോട്, യേശുവിനോട് പറ്റിച്ചേർന്നാണോ ജീവിച്ചു കൊണ്ടിരുന്നത്? അതോ
പിശാചിനോട് പറ്റിച്ചേർന്നാണോ ജീവിച്ചു കൊണ്ടിരുന്നത്? 1 യോഹന്നാൻ 3-ാം അധ്യായം 7-8 വചനങ്ങളിൽ പറയുന്നുണ്ട്, നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു, പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകൻ ആകുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ രാത്രി ശാന്തമായിട്ടൊന്ന് ചിന്തിക്കണേ. ഈ നാളുകൾ, ഈ ദിവസങ്ങൾ, ഇന്നലെ മിനിഞ്ഞാന്ന് കഴിഞ്ഞ ആഴ്ചയൊക്കെ ഞാൻ ആരോട് പറ്റിച്ചേർന്നാണ് ജീവിച്ചു കൊണ്ടിരുന്നത്? ആരോട് പറ്റിച്ചേർന്നാണ് ജീവിച്ചു കൊണ്ടിരുന്നത്? കുറേ വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ ഒരു സ്ഥലത്ത് ഒരു കൊലപാതകം നടന്നു. ഒരു വീട്ടിലെ 4-5 പേര് കൊല ചെയ്യപ്പെട്ടു. അന്വേഷണമെല്ലാം നടന്നു. പത്രത്തിലെല്ലാം വന്ന വാർത്തയാണ്. ആ സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാകും. പറഞ്ഞു വരുമ്പോൾ സ്ഥലം പറയാതെ പറയട്ടെ. അവസാനം പോലീസ് പ്രതിയെ പിടിച്ചു. ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ആളാണ്, വീട്ടിലെ മരുമകളാണ്. ആ കേസ് അന്വേഷിച്ചതായ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഒരു വാക്കുണ്ട്. ആ പ്രതിയായി പിടിക്കപ്പെട്ട ആ മരുമകള് ആ സഹോദരിയെ സംബന്ധിച്ച് പറഞ്ഞതാണ്, ഡ്യുവൽ പേഴ്സണാലിറ്റി ഉണ്ടായിരുന്ന സ്ത്രീയായിരുന്നു, 2 തരം വ്യക്തിത്വം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ നല്ല മരുമകളായിരുന്നു. എല്ലാ ദിവസവും ദേവാലയത്തിൽ പോയി പരിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്ന, പരിശുദ്ധ കുർബാന അനുഭവിക്കുന്ന സ്ത്രീയായിരുന്നു. ആ നാട്ടിലെല്ലാവർക്കും വേണ്ടപ്പെട്ടവളായിരുന്നു. ദേവാലയത്തിലെ പാട്ടുപാടുന്ന കൊയർ ഉൾപ്പെടെ, വനിതാ സമാജം ഉൾപ്പെടെ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളിലൊക്കെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്ന ഒരു സഹോദരിയായിരുന്നു. നാട്ടിൽ എല്ലാവർക്കും വേണ്ടപ്പെട്ടവളായിരുന്നു. നോക്കണേ, പുറമേയുള്ളതായ ആ വ്യക്തിത്വം, ആ സ്ത്രീയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് ആർക്കും ഒരു തെറ്റും പറയാൻ ഇല്ലാത്തതായ വ്യക്തിത്വമായിരുന്നു. എന്നാൽ അകമേ പിശാചിന്റെ ചിന്തകളായിരുന്നു, പിശാചിന്റെ പ്രവർത്തനങ്ങളായിരുന്നു. സ്വന്തം വീട്ടിലെ കൂടപ്പിറപ്പുകളെ കൊല്ലുവാനായിട്ടുള്ള ക്രമീകരണം ചെയ്തത് ആ മരുമകളായിരുന്നു. നോക്കണേ, ഡ്യുവൽ പേഴ്സണാലിറ്റി, 2 തരം വ്യക്തിത്വം ഉണ്ടായിരുന്നു. പുറമെ മാന്യയായിരുന്നു, പുറമെ ഭക്തയായിരുന്നു, പക്ഷെ ഉള്ളിൽ പിശാചായിരുന്നു. ഹല്ലേലൂയ. കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചാട്ടെ. ഇപ്പോ എനിക്കും ഇതുപോലെ 2 തരം വ്യക്തിത്വമാണോ? അവനവൻ ചിന്തിക്കണമേ. പുറമെ യാതൊരു കുഴപ്പവുമില്ല, പക്ഷേ ഉള്ളിൽ നിറച്ച പിശാചിന്റെ ചിന്തകളും പിശാചിന്റെ പ്രവർത്തനങ്ങളുമാണ്. ഇനി പുറമെ യാതൊരു കുഴപ്പവുമില്ലെങ്കിൽ പോലും ഞാൻ പറയട്ടെ, ഇന്ന് മനുഷ്യനെ ഏറ്റവും കൂടുതൽ വഴിതെറ്റിക്കുന്നത് എന്താണ്? മൊബൈൽ ഫോണാണ്. മൊബൈൽ ഫോണിൽ നല്ലതായ ഒത്തിരി കാര്യങ്ങളുണ്ടെന്നാൽ അശുദ്ധിയും ഏറെയുണ്ട്. ദൈവത്തിന്റെ മക്കളാണ് എങ്കിൽ അശുദ്ധിയിലേക്ക് പോകാൻ പറ്റില്ല. 1 യോഹന്നാൻ 2:6 വചനം പറയുന്നുണ്ട്, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞാൽ, യേശുവിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അല്ലെങ്കിൽ പറയുന്നവൾ യേശു നടന്നതുപോലെ നടക്കേണ്ടതാണ്, യേശു നോക്കിയതുപോലെ നോക്കേണ്ടതാണ്, യേശു സംസാരിച്ചതുപോലെ സംസാരിക്കേണ്ടതാണ്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് അങ്ങനെയൊക്കെ പറ്റുന്നുണ്ടോ? പലപ്പോഴും പറ്റുന്നില്ല. ഞാൻ പറഞ്ഞ മൊബൈൽ ഫോണിന്റെ കാര്യം, അരുതാത്ത നോട്ടങ്ങൾ വേണ്ട എന്ന് ചിന്തിച്ചു, ഇല്ല ഞാൻ ദൈവവൈതലാണ്, അശുദ്ധി കാണില്ല, തീരുമാനമെടുത്തതാണ്, കുമ്പസാരിച്ചപ്പോൾ ഏറ്റുപറഞ്ഞതാണ്. പക്ഷേ മൊബൈൽ ഫോണിൽ അരുതാത്ത ഒരു കാര്യം എങ്ങനെയോ കണ്ടുപോയി. വീണ്ടും അത് കാണാൻ കൊതി തോന്നി, ഒന്നുകൂടെ കണ്ടു, പിന്നെയും കണ്ടു. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ പിശാചിന്റെ അടിമകളായി നമ്മൾ മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്, ഒരാളുടെ സ്വഭാവത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ആ വ്യക്തിയുടെ മൊബൈൽ ഫോൺ ഒന്ന് പരിശോധിച്ചിട്ട് ആ ഹിസ്റ്ററി, കണ്ടതായ വീഡിയോകൾ, കണ്ടതായ കാര്യങ്ങൾ എല്ലാം അതിലെടുക്കുവാൻ സാധിക്കും. അതിൻ്റെ ഗൂഗിൾ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സിലാകും ആ വ്യക്തിയുടെ സ്വഭാവം എങ്ങനെയുണ്ട് എന്ന്. ചോദിക്കട്ടെ, നമ്മുടെ മൊബൈൽ ഫോൺ ശുദ്ധമാണോ?
നമ്മുടെ നോട്ടം ശുദ്ധമാണോ, നമ്മുടെ സംസാരം എങ്ങനെയുണ്ടായിരുന്നു, നമ്മുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് പലപ്പോഴും മദ്യം കഴിക്കുന്നവരെയൊക്കെ നമ്മൾ ചീത്ത വിളിക്കും, അവരാണ് മഹാപാപികൾ എന്ന് പറയും. എന്നാൽ അവർ മാത്രമല്ല, ഈ നാവ് കൊണ്ടുള്ളതായ സംസാരം, മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നതായ ഉൾപ്പെടെ ഓരോന്നും ചെറിയ പാപമല്ല, എല്ലാം വലിയ പാപങ്ങൾ തന്നെയാണ്. ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഈ പോക്ക് പോയാൽ നമ്മുടെ ആത്മാവ് സ്വർഗത്തിൽ എത്തുമോ ഇല്ലയോ? സാധ്യത കുറവാണ്, ഞാൻ ഉൾപ്പെടെ. അതുകൊണ്ട് ഇന്ന് ഈ രാത്രി ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? എനിക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ വേണം, ബ്ലെസ്സിങ്സ് വേണം. എന്നാൽ അതിലുപരിയായി എൻ്റെ ആത്മാവ് എവിടെ പോകണം? സ്വർഗത്തിൽ പോകണം. ഹല്ലേലൂയ. പറയുന്നല്ലോ മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ അത് നടക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1 യോഹന്നാൻ 1-ാം അധ്യായം, പ്രിയപ്പെട്ടവരെ, 1 യോഹന്നാൻ 1-ാം അധ്യായം 8-9 വാക്കിൽ പറയുകയാണ്, എന്നിൽ പാപമില്ല എന്ന് ഞാൻ പറയുന്നുവെങ്കിൽ ഞാൻ എന്നെ തന്നെ ആത്മവഞ്ചന ചെയ്യുകയാണ്. പിന്നെയോ ഞാൻ എൻ്റെ പാപങ്ങൾ കണ്ടെത്തി ഞാനത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ തയ്യാറാകുമ്പോൾ ആ യേശുക്രിസ്തുവിന്റെ രക്തം വഴിയായി അവനെല്ലാം ശുദ്ധീകരിക്കപ്പെടും. അവൻ നീതിമാനാണ്, വാഗ്ദത്തം വിശ്വസ്തനാണ് എന്ന് വചനം പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ചിന്ത എന്ന് പറയുന്നത്, ഞാനിവിടെ ധ്യാനം പലവട്ടം താമസിച്ചുള്ള ധ്യാനം പലവട്ടം കൂടി, ഞാനെൻ്റെ പള്ളിയിൽ പോകുന്നുണ്ട്, അല്ല ഞാനിവിടെ വന്ന് ഈ ദൈവത്തിൻ്റെ വചനം കേട്ട് യേശുവിൽ വിശ്വസിച്ചവളാണ്, ഇപ്പോ എനിക്ക് വലിയ പാപമൊന്നുമില്ല എന്ന് നമ്മളെല്ലാം ചിന്തിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ലോകത്ത് അനേകം അവാർഡുകളുണ്ട്, നൊബേൽ സമ്മാനങ്ങളുണ്ട്. എന്നാൽ വിശുദ്ധിക്കുള്ളതായ നൊബേൽ സമ്മാനം ഇപ്പോഴില്ല. ഉണ്ട് എന്ന് കരുതുക. വിശുദ്ധിക്കുള്ളതായ നൊബേൽ സമ്മാനം ഉണ്ട് എന്ന് കരുതുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ ചിന്തിക്കുന്ന കാര്യമുണ്ട്, ഈ വർഷത്തെ വിശുദ്ധിക്കുള്ളതായ നൊബേൽ സമ്മാനം ആർക്കായിരിക്കും? എനിക്കാണ് എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കും. പിന്നെ ഞാനാണ് ഏറ്റവും വലിയ വിശുദ്ധൻ, ഞാനാണ് ഏറ്റവും വലിയ പുള്ളി എന്ന് നമ്മൾ ചിന്തിക്കും. പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ അതാണ് ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത്. ഞാൻ ഒരു വലിയ പുള്ളിയാണ്, ഞാൻ ഒരു നീതിമാനാണ്. ഇപ്പം ഞാനിവിടെ ചിന്തിക്കുകയാണ്, ഞാനിവിടെ പ്രസംഗിക്കാൻ വന്നൊരു വൈദികനാണ്, നിങ്ങളെല്ലാവരും വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്കാണ് എല്ലാം അറിയാമുള്ളൂ, നിങ്ങളൊക്കെ കൊടും പാപികളാണ്, ഞാൻ ഒന്നുമില്ലാത്ത ഒരു വിശുദ്ധനാണ് എന്ന് ഞാൻ ഇവിടെ നിന്ന് ചിന്തിക്കുന്നുവെങ്കിൽ, ഞാൻ പറയട്ടെ, ഇവിടെ വന്നിരിക്കുന്നതിൽ ഏറ്റവും വലിയ കൊടുംപാപി ഞാൻ തന്നെയായിരിക്കും. ദൈവത്തിന് ഏറ്റവും വെറുക്കപ്പെട്ടവൻ ഞാൻ തന്നെയായിരിക്കും. കാരണം നമുക്കങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. നമ്മൾ ചിന്തിക്കേണ്ടതും പറയേണ്ടതും എന്താണ്? യേശുവേ, ഞാനൊരു വലിയ പാപിയാണ്, ഞാനൊരു വലിയ പാപിയാണ്. പ്രിയപ്പെട്ടവരെ, അത് ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞത്, ഈ ബൈബിളിൽ എഴുതിയിരിക്കപ്പെടുന്ന കാര്യം, എന്തിനാണ് ഈ ബൈബിൾ എഴുതിയത്? എന്തിനാണ് നൈറ്റ് വിജിൽ? എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും ഒക്കെ. അപ്പോ ഈ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോഴാണ്, ഈ വചനം മാറോട് ചേർത്തണയ്ക്കുമ്പോഴാണ്, ഈ വചനം പ്രഘോഷിക്കപ്പെടുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും യേശുക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നത്. അവനെ വിളിച്ച് അപേക്ഷിക്കുവാൻ സാധിക്കും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, അവനെ ആരെല്ലാം വിളിക്കുന്നുവോ, ജാതിയോ മതമോ ഒന്നും നോക്കാതെ ആരെല്ലാം യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ, അവരെല്ലാം ദൈവം അനുഗ്രഹിക്കും, അവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കും. ഇനി അത് മാത്രം മതിയോ? പോരാ. അതാ വചനം വീണ്ടും പറയുകയാണ്, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് നിത്യജീവൻ പ്രാപിക്കേണ്ടതിനും വേണ്ടി ഇത് എഴുതപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ യേശു വിശ്വസിക്കണമെന്ന് മാത്രമല്ല, വിശ്വസിച്ചിട്ട് ആ വചനപ്രകാരം നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നിത്യജീവൻ കിട്ടും. നിത്യജീവൻ നാം പ്രാപിക്കണം. അതാണ് ഈ ബൈബിളിന്റെ ആത്യന്തികമായ ഉദ്ദേശം. ഈ നൈറ്റ് വിജിലിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അതുതന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സുവിശേഷത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം പറയുന്നു. മർക്കോസ് 1:15, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ
നമ്മൾ എന്ത് ചെയ്യണം? സുവിശേഷത്തിൽ വിശ്വസിക്കണമെന്ന് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. നിങ്ങൾ ഉപയോഗിക്കുന്ന ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിനെന്ന്. ഹല്ലേലൂയ. അപ്പോൾ ഈ വചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ, വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് എന്താണ് വരേണ്ടത്? അനുതാപം വരണം, മാനസാന്തരം വരണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, എന്നിൽ പാപമില്ല എന്ന് നമ്മൾ ചിന്തിക്കരുതേ. പിന്നെ എന്താണ്? യേശുവേ, കഴിഞ്ഞ ദിവസങ്ങളിൽ, ഇന്നലെ, മിനിഞ്ഞാന്നൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇന്നതുപോലെ പാപം വന്നല്ലോ, ഞാൻ ചീത്ത വിളിച്ചല്ലോ, വഴക്ക് കൂടിയല്ലോ, പ്രശ്നമുണ്ടാക്കിയല്ലോ, അരുതാത്ത് കണ്ടല്ലോ, അരുതാത്ത് കുടിച്ചല്ലോ. യേശുവേ, തെറ്റുപറ്റിപ്പോയി എന്ന് ഓരോന്നും അനുതാപത്തോടെ ഏറ്റുപറഞ്ഞ് പരിശുദ്ധ കുമ്പസാരം നിറവേറ്റപ്പെടുമ്പോഴാണ് ബഹുമാനപ്പെട്ട വൈദികർ നിങ്ങളുടെ തലയിൽ കരം വെച്ച് പ്രാർത്ഥിച്ച്, പ്രിയപ്പെട്ടവരെ, തിരുസഭയ്ക്ക് ലഭിച്ചതായ പൗരോഹിത്യ അധികാരം വഴി, കെട്ടുവാനും അഴിക്കുവാൻ ലഭിച്ചതായ പൗരോഹിത്യ അധികാരം വഴി നിങ്ങളുടെ ശിരസ്സുകൾ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ തിരുരക്തത്താൽ നിങ്ങളുടെ പാപങ്ങൾ കഴുകപ്പെട്ട് പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് പരിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോഴാണ് നമ്മൾ നിത്യജീവൻ അവകാശികളായി മാറുന്നത്. ഒത്തിരി പേര് ചാപ്പലിൻ്റെ അകത്ത് കുമ്പസാരിക്കുന്ന കാണുവാനിടയായി. ഒത്തിരി സന്തോഷം തോന്നി. ചോദിക്കട്ടെ, ഈ രാത്രി ഈ ശുശ്രൂഷ കഴിയുമ്പോൾ എത്ര പേർക്ക് അനുതാപത്തോടെ കുമ്പസാരിക്കുവാൻ താല്പര്യമുണ്ട്? ഹല്ലേലൂയ. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. ഇപ്പം ഇതെല്ലാം നമുക്ക് മനസ്സിലായി. പക്ഷെ ഒരു കാര്യം നമ്മളെ അലട്ടുന്നുണ്ട്. എന്താണെന്നറിയാമോ? സംഭവം എല്ലാം ശരിയാ, പക്ഷെ അച്ഛാ, ദേഷ്യപ്പെടണ്ട എന്ന് എനിക്കറിയാം. പക്ഷെ എന്തു പറ്റി? ദേഷ്യപ്പെട്ടു പോയി. വഴക്ക് കൂടണ്ട, ചീത്ത വിളിക്കണ്ട, ഞാൻ ചിന്തിച്ചതാ. പ്രത്യേകിച്ച് ദാമ്പത്യ ബന്ധങ്ങളിലൊക്കെ, ഭാര്യ ഭർത്താവൊക്കെ, വലിയ അപ്പനും മക്കളുമൊക്കെ. പക്ഷേ സാധിക്കണില്ല, അല്ലേ? ശരിയല്ലേ? സംഭവിച്ചു പോവുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ മൊബൈൽ ഫോണിൻ്റെ അശുദ്ധി വേണ്ട എന്ന് വെച്ചു. പക്ഷേ പറ്റണില്ല. അറിയാതെ ഓരോന്ന് കടന്നു വരുമ്പോൾ ഒന്നേ നോക്കിയുള്ളൂ, പിന്നെ നോക്കേണ്ട വന്നു. അങ്ങനെ ശീലമായി പോയി. ചാറ്റ് ചെയ്തു, മെസ്സേജ് അയച്ചു, കെണിയായി, പ്രശ്നമായി. ഇതെങ്ങനെ പരിഹരിക്കാം? പരിഹാരം വേണ്ടേ? പ്രസംഗിച്ച മാത്രം പോരാ, കേട്ട മാത്രം പോരാ. ഇതിനൊക്കെ ഒരു പരിഹാരം വേണം. പരിഹാരം ഞാൻ പറഞ്ഞു തരാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 17-ാമത്തെ വാക്യം. യോഹന്നാൻ 1:17 പറയുകയാണ്, മോശ മുഖാന്തരം ന്യായപ്രമാണം ലഭിച്ചു, യേശുക്രിസ്തു മുഖാന്തരം കൃപയും സത്യവും വന്നു. ഒന്നുകൂടി പറയട്ടെ, മോശ മുഖാന്തരം ന്യായപ്രമാണം ലഭിച്ചു, യേശുക്രിസ്തു മുഖാന്തരം കൃപയും സത്യവും വന്നു, അല്ലെങ്കിൽ ലഭിച്ചു. ഞാൻ പറഞ്ഞു തരാം. മോശയ്ക്ക് യഹോവയായ ദൈവം കൽപ്പന കൊടുത്തു. എത്ര കൽപ്പനയായിരുന്നു? ഞാൻ കേട്ടില്ല. 10 കൽപ്പന കൊടുത്തു. എന്തൊക്കെയാ? നമുക്കറിയാം, എല്ലാം അറിയാവുന്നതാണ്. ശരി, പറയുന്നില്ല. എന്നിട്ട് പറഞ്ഞു, മോനേടാ, അത് ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കാൻ പറഞ്ഞു. മോശ കൊടുത്തു. കൽപ്പലകയിൽ എഴുതി അവിടെ കൊടുത്തു. കർത്താവ് ദൈവം പറഞ്ഞ പോലെ തന്നെ മോശ ചെയ്തുന്നേ ശരിയാണ്. പക്ഷെ ഒരു കാര്യം, ഈ ജനത്തിന് ഈ കൽപ്പന പലപ്പോഴും അനുസരിക്കാൻ സാധിച്ചില്ല. കുറച്ചുനാൾ അനുസരിച്ചു, പക്ഷെ അവർ പിന്നെയും തെറ്റിപ്പോയി. പിന്നെയും അനുസരിച്ചു, പിന്നെയും തെറ്റിപ്പോവുകയാണ്. അവർക്ക് ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് അനുസരിക്കാനായിട്ട് സാധിച്ചില്ല. എന്താണെന്നറിയുമ്പോൾ കാരണം, മോശയ്ക്ക് ഈ കൽപ്പനകൾ ഈ ജനത്തിന് കൊടുക്കാനേ സാധിച്ചുള്ളൂ. ആ ജനത്തിന് അത് പാലിക്കുവാനുള്ള കൃപ കൊടുക്കാനുള്ള ആ കൃപ അത് മോശയ്ക്ക് ലഭിച്ചിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, പാപം കൂടാ ജീവിക്കുവാൻ കൃപ വേണം. അത് കൊടുക്കുവാനായിട്ട് ആർക്ക് സാധിച്ചില്ല? മോശയ്ക്ക് സാധിച്ചില്ല. മോശയ്ക്ക് കൽപ്പന കൊടുക്കാനേ സാധിച്ചുള്ളൂ. പാപം കൂടാ ജീവിക്കാനുള്ള കൃപ കൊടുക്കുവാൻ മോശയ്ക്ക് സാധിച്ചില്ല. എന്നാൽ ശ്രദ്ധിച്ചേ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം വഴിയായി, ആ തിരുരക്തം വഴിയായി നമുക്കെല്ലാവർക്കും, ആഗ്രഹിക്കുന്ന നമുക്കെല്ലാവർക്കും പാപം കൂടാതെ ജീവിക്കാനുള്ള കൃപ യേശുക്രിസ്തു തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ബിഷപ്പുമാർക്ക് മാത്രമേ, വൈദികർക്ക് മാത്രമേ, സിസ്റ്റേഴ്സിന് മാത്രമേ, സുവിശേഷം പ്രഘോഷിക്കുന്നവർക്ക് മാത്രമേ
വിശുദ്ധിയോടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. എല്ലാവർക്കും സാധിക്കും. സാധിക്കണമെങ്കിൽ കൃപ കിട്ടണം. ആരിൽ നിന്ന് കിട്ടണം? യേശുവിൽ നിന്ന്. എന്താണ് കൃപ എന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ ദാനമാണ്, അർഹതയില്ലാത്ത ദാനമാണ് ആ കൃപ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ലഭിച്ചത്? യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം വഴിയായി, ആ തിരുരക്തം വഴിയായിട്ടാണ് ആ കൃപ നമുക്ക് ലഭിച്ചത്. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാമോ? എന്നും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ പ്രാർത്ഥിക്കാറുണ്ട്. രാവിലെ ഉണ്ട്. ആ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ്, പിതാക്കന്മാർ ക്രമീകരിച്ച പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ ഒന്ന് മുട്ടുകുത്തി നിന്നിട്ട് 2 കരവും വിരിച്ചിട്ട് പറയണം, യേശുവേ, അപ്പാ, ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നത് വരെ പാപത്തിലേക്ക് പോകാതിരിക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നവരെ പാപത്തിലേക്ക് പോകാതിരിക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ആ കൃപ നമുക്ക് തീർച്ചയായിട്ടും ലഭിച്ചിരിക്കും. ഹല്ലേലൂയ. നമ്മളിങ്ങനെ പാട്ട് പാടാറുണ്ടല്ലോ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പായി മക്കൾക്ക്. പാട്ട് കേട്ടിട്ടുണ്ടോ? ഒന്ന് കൂടെ പാടാമോ? ഹല്ലേലൂയ എന്ന് പറഞ്ഞ് പാടിക്ക്. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ. പാടാമോ? കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പായി മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പായി മക്കൾക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് എന്നും പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കേണ്ട കൂട്ടത്തിൽ മുട്ടുകുത്തിയിട്ട് 2 കരവും വിരിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ കൃപ യേശു തമ്പുരാൻ തരും. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയെങ്കിൽ ഈ രാത്രി പത്രോസ് നോക്കിയതുപോലെ യേശു നിങ്ങളെയും എന്നെയും നോക്കുകയും, മോനെ മോളെ, മോനെ മോളെ, നീ എന്നെ എത്രമാത്രം തള്ളിപ്പറഞ്ഞു, എത്ര വട്ടം തള്ളിപ്പറഞ്ഞു. പത്രോസ് പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞ പോലെ സ്നേഹമുള്ള കൂടപ്പിറപ്പുകളെ, ഈ രാത്രി അവനവന്റെ പാപങ്ങളെ ഓർത്ത് പൊട്ടിക്കരയുവാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? എത്ര പേർക്ക് അനുതാപത്തോടെ വിശുദ്ധ കുമ്പസാരം നടത്തുവാൻ താല്പര്യമുണ്ട്? എങ്കിൽ യേശു നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾക്ക് ഈ രാത്രി മറുപടി തരാൻ പോവുകയാണ്. നിത്യജീവൻ നിങ്ങൾക്ക് സമ്മാനമായി തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. 2ാമത്തെ ഭാഗം കഴിഞ്ഞ് 3ാമത്തെ ഭാഗത്ത് കടന്നു വരികയാണ്. ഈ ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ തീരുമാനമെടുക്കണം. ലോകത്തിൽ പാപം പെരുകുന്നത് കാണുമ്പോൾ നീതിമാന്റെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്നതായ നെടുവീർപ്പ് പോലെ ഒന്ന് കരയുവാൻ താല്പര്യമുണ്ട് ആത്മാർത്ഥമായി. നെഹമ്യാവ് 1:4 യെരൂശലേം ദേവാലയത്തിന്റെ മതിലുകൾ പൊളിക്കപ്പെട്ടു എന്ന് കേട്ടപ്പോൾ, അതിന്റെ വാതിലുകൾ തീവെച്ച് ചുട്ടുകരിക്കപ്പെട്ടു എന്ന് കേട്ടപ്പോൾ, പ്രവാചകനായ നീതിമാനായ നെഹമ്യാവ് സങ്കടത്തോടെ നിലത്തിരുന്ന് അവൻ കരയാൻ തുടങ്ങി, ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവജനം തകർന്നു പോകുന്നു എന്ന് കേട്ടപ്പോഴാണ്, പ്രവാസത്തിലുള്ളതായ ആ ജനം നശിച്ചു പോകുന്നു, തകരുന്നു എന്ന് കേട്ടപ്പോ ആ സങ്കടങ്ങൾ സ്വന്തം സങ്കടമായി ഏറ്റെടുത്തുകൊണ്ട് നെഹമ്യാവ് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് ആത്മാർത്ഥമായ പ്രാർത്ഥനയായിരുന്നു. സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റുപാട് നടക്കുന്നതായ എന്തെല്ലാം സങ്കടകരമായ കാര്യങ്ങൾ. നമ്മുടെ യുവതി യുവാക്കൾ കഞ്ചാവിന്, ഹാൻസിന്, പാൻപരാഗിന്, മദ്യത്തിന്, മയക്കുമരുന്നിന് അടിമകളായി മാറുന്നു. ആൺകുട്ടികൾ മാത്രമല്ല, പെൺകുട്ടികൾ അനവധിയായി പോലീസ് കേസുകളിൽ പെടുന്നു, എക്സൈസുകാർ പിടിക്കുന്നു, അനേകം പേര് ജയിലിലുണ്ട്. ആർക്കെങ്കിലും സങ്കടമുണ്ടോ? അവരുടെ മാതാപിതാക്കന്മാർ സങ്കടമുണ്ടായിരിക്കും. നമുക്കാർക്കെങ്കിലും സങ്കടമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈ സമൂഹം ഇന്ന് വലിയ
പാപത്തിന്റെ പടുകുഴിയിലേക്ക്, വിവാഹേതര ബന്ധങ്ങളിലേക്ക്, അല്ലെങ്കിൽ തെറ്റായ ബന്ധങ്ങളിലേക്ക് കൂപ്പുകുത്തി വീഴുന്നു. മദ്യത്തിന് അനേകം പേര് അടിമകളായി മാറുന്നു. മദ്യപാനം മൂലം ഒത്തിരി കുടുംബങ്ങളും തകർന്നു പോകുന്നു. ഒത്തിരി പേരെ പരിചയപ്പെട്ടു. മദ്യപിച്ച് ഭ്രാന്തന്മാരെ പെരുമാറുന്ന ഭർത്താക്കന്മാര്, ആൺമക്കളുള്ളതായ സമൂഹം. അല്ല, സ്ത്രീകൾ പോലും ഇന്ന് മദ്യപിച്ചു തുടങ്ങിയിരിക്കുന്നു. എത്ര പേർക്ക് സങ്കടമുണ്ട്. അല്ല, എൻ്റെ വീട്ടിൽ അതില്ലല്ലോ എന്നോർത്ത് സന്തോഷിക്കുകയല്ല വേണ്ടത് പ്രിയപ്പെട്ടവരെ. പിന്നെയോ മറ്റുള്ളവന്റെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ, മറ്റുള്ള കുടുംബങ്ങളിലെ പ്രയാസങ്ങൾ കേൾക്കുമ്പോൾ ഒന്ന് കരയുവാനും, ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുവാനും, മറ്റുള്ളവർക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുവാനും, അത് മാത്രമല്ല ആ സങ്കടം അനുഭവിക്കുന്ന ഭവനങ്ങളിൽ കടന്നു ചെന്നിട്ട് നേരിട്ടോ അല്ലാതെയോ ഒന്ന് പറയുവാൻ സാധിക്കുവോ? സഹോദര സഹോദരി, വിഷമിക്കണ്ട, നിന്റെ പ്രശ്നത്തിന് യേശു പരിഹാരം തരും. നീ ദൈവത്തെ വിളിക്ക്, നീ വചനം കേൾക്ക്, നീ ധ്യാനയോഗത്തിന് വാ, പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വാ, പള്ളിയിലേക്ക് വരാമോ എന്ന് ചോദിക്കുവാനായിട്ട് എത്ര പേർക്ക് ഉള്ളത്തിൽ ഒരു പ്രേരണ കിട്ടുന്നുണ്ട്? അതോ അവനവന്റെ കാര്യങ്ങൾ മാത്രം മതി എന്നാണോ പലരും ചിന്തിക്കുന്നത്? അല്ല പ്രിയപ്പെട്ടവരെ, അതൊന്ന് മാറ്റിയെടുക്കണം. മാറ്റിയെടുത്തേ മതിയാകൂ. കാരണം സുവിശേഷ വേല ചെയ്യുവാനുള്ള ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. വചനം കേട്ടു, നമുക്ക് മനസ്സിലായി, യേശുവിനെ കുറിച്ച് മനസ്സിലായി, യേശുവിൽ നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങി, നല്ലത്. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി, നല്ലത്. എന്നാൽ ഈ നമ്മൾ അറിഞ്ഞതായ സുവിശേഷം മറ്റുള്ളവരുടെ പങ്കുവയ്ക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമില്ലേ? ഉണ്ടോ? ഉണ്ട് പ്രിയപ്പെട്ടവരെ. സുവിശേഷത്തിന് ഒത്തിരി നിർവചനങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട നിർവചനം എങ്ങനെയാണ്? യേശുക്രിസ്തു മുഖാന്തരം ഞാൻ അനുഭവിക്കുന്ന, എൻ്റെ കുടുംബം അനുഭവിക്കുന്ന സന്തോഷം, സമാധാനം മറ്റുള്ളവർക്ക് കൂടി പങ്കുവെക്കുന്നതാണ് സുവിശേഷം. ഞാനോട് പറയട്ടെ, യേശുക്രിസ്തു മുഖാന്തരം ഞാൻ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ കുടുംബം അനുഭവിക്കുന്ന സന്തോഷം, സമാധാനം, അത് മറ്റുള്ളവർക്ക് കൂടി പങ്കുവെക്കുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് സന്തോഷം കിട്ടിയോ? സമാധാനം കിട്ടിയോ? ഉണ്ട്. ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയില്ലേ? എങ്കിൽ ആ ക്രിസ്തുവിന്റെ സുവിശേഷം മറ്റുള്ളവർക്ക് പങ്കുവെക്കുവാൻ ഒരു തീരുമാനമെടുക്കാമോ? ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 1:16 ഇങ്ങനെ പറയുന്നു, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഒന്നുകൂടി പറയട്ടെ, പൗലോസ് പറയുകയാണ്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന്. സ്നേഹമുള്ളവരെ, അപ്പോ ഈ രാത്രി കഷ്ടപ്പെട്ട് ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ, എനിക്ക് സന്തോഷമുണ്ട്, ഇത്രയും പേര് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ ദൈവത്തെ വിളിക്കുന്നവരാണ്, ഒക്കെ എല്ലാം നല്ലതാണ്. പക്ഷേ നാളെ മുതൽ നിങ്ങൾ ഇവിടുന്ന് നാളെ രാവിലെ ഇവിടുന്ന് പോകുന്നു. കാണുന്നവനോട്, പരിചയമുള്ളവനോട്, തകർച്ചയുള്ള ഒരു കുടുംബത്തിലേക്കൊന്ന് കടന്നു ചെന്ന് നിങ്ങൾ യേശുവിനെ കുറിച്ച് ഒരു വാക്ക് പോലും പറയുന്നില്ല എങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പത്രോസിനെ നോക്കിയതുപോലെ യേശു നിങ്ങളെയും എന്നെയും നോക്കും. മോനെ, മോളെ, എടാ, നീ എന്നെ കുറിച്ച് അറിഞ്ഞില്ലേടാ? ഉവ്വാ. എന്നെ വിളിച്ച് അപേക്ഷിച്ചപ്പോൾ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞാൻ നിനക്ക് തന്നില്ലേ? ഉവ്വ്. അല്ല, ഞാൻ എന്തിനു വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചത് നിനക്ക് മനസ്സിലായോ? ഉവ്വ. എൻ്റെ ആത്മാവ് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാ. അങ്ങനെയെങ്കിൽ മോനെ, മോളെ, അത് മറ്റുള്ളവർക്കും വേണ്ടേ? ആ കുടുംബങ്ങൾ സമാധാനം കിട്ടണ്ടേ? അവർ സ്വർഗത്തിൽ പോകണ്ടേ? യേശു നമ്മോട് ചോദിക്കാൻ തുടങ്ങും, ചോദിക്കും പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് സുവിശേഷത്തെക്കുറിച്ച് ഇനി ലജ്ജിക്കരുത്. മറ്റുള്ളവരെ കൂടി ഓർത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ഹല്ലേലൂയ എന്ന് പറഞ്ഞേ, ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ. അതുകൊണ്ട് വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. വിലാപങ്ങൾ 2:19 പറയുകയാണ്, ഇതാ രാത്രിയുടെ ആമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്ക, നിന്റെ ഹൃദയം വെള്ളം പോലെ കർത്തസന്നദ്ധിയിൽ പകരുക, വീഥികളുടെ തലക്കലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു വീഴുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കലേക്ക് നോക്കി കൈ മലർത്തുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് യുവജനങ്ങൾ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ, പാപ ഇമ്പങ്ങൾ തകർന്ന് തരിപ്പണമായി പോകുന്നു. ഓരോ കുടുംബങ്ങളിലും സമാധാനമില്ലാതെ പോകുന്നു. ഓരോ തരത്തിലുള്ളതായ പാപ ഇമ്പങ്ങളിലൂടെ നമുക്ക് ചുറ്റുപാടുമുള്ള കുടുംബങ്ങൾ, വ്യക്തികളും തകർന്നു പോകുമ്പോൾ രാത്രിയുടെ ആമാരംഭങ്ങളിൽ അല്ല, എപ്പോഴെങ്കിലും
ഒരു 2 മിനിറ്റെങ്കിലും യുവജനങ്ങൾക്ക് വേണ്ടി, അല്ല മദ്യപാനികൾക്ക് വേണ്ടി, അല്ല ഈ ലോകം മുഴുവനും വേണ്ടി, എല്ലാവരും യേശുവിനെ അറിയുവാൻ തക്കവണ്ണം 2 മിനിറ്റെങ്കിലും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ എത്ര പേര് ഈ രാത്രി തീരുമാനമെടുക്കും? ഹല്ലേലൂയ എന്ന് പറഞ്ഞേ, ഹല്ലേലൂയ. ഒന്നുകൂടി ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ. ഉർസ്ലേമിൻ മതിലുകൾ പാപത്തിൻ പ്രകമ്പനത്തിൽ തകരുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? സിയോന്റെ കുഞ്ഞുങ്ങൾ പാപത്തിൻ പേരുവഴിയിൽ മയങ്ങുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? ഉർസ്ലേമിൻ മതിലുകൾ പാപത്തിൻ പ്രകമ്പനത്തിൽ തകരുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? സിയോന്റെ കുഞ്ഞുങ്ങൾ പാപത്തിൻ പേരുവഴിയിൽ മയങ്ങുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? ആത്മാക്കളെ തരിക, എൻ്റെ സർവവും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, എൻ്റെ സർവവും എടുത്തുകൊള്ളുക. ഹല്ലേലൂയ. സ്നേഹമുള്ള കൂടപ്രഭുകളെ, യോഹന്നാന്റെ സുവിശേഷം 19:28 വാക്യത്തിൽ യേശുക്രിസ്തു പറഞ്ഞു, കുരിശിൽ കിടന്നുകൊണ്ട് പറയുകയാണ്, എല്ലാം നിവൃത്തിയായെന്ന് കണ്ടപ്പോൾ യേശു തമ്പുരാൻ കുരിശിൽ കിടന്നുകൊണ്ട് 3 ആണുകൾ പിടഞ്ഞുകൊണ്ട് അവനിതാ നെഞ്ചു വിളർന്ന് കരകയെന്ന് പറഞ്ഞ് അങ്ങനെ പറയുകയാണ്, എനിക്ക് ദാഹിക്കുന്നു എന്ന്. വാസ്തവത്തിൽ അത് വെള്ളം കുടിക്കാനുള്ള ദാഹം മാത്രമായിരുന്നു അല്ല പ്രിയപ്പെട്ടവരെ, ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമായിരുന്നു. ഈ ലോകത്തിലുള്ള ഒരു കുഞ്ഞിന്റെയും ആത്മാവ് നരകത്തിൽ പോകാൻ പാടില്ല എന്നുള്ള ആഗ്രഹത്തോടെയാണ് യേശു കുരിശിൽ പിടഞ്ഞ് മരിച്ചത്. ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമായിരുന്നു. അങ്ങനെയെങ്കിൽ ആ യേശു നമ്മുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വന്നിട്ടുണ്ട്. ആത്മാക്കൾ നേടുവാനായിട്ട് എത്ര പേർക്ക് താല്പര്യമുണ്ട്? അവനവന്റെ ജീവിതം കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കും എത്ര താല്പര്യമുണ്ട് പ്രിയപ്പെട്ടവരെ? അതൊക്കെ നടക്കണമെങ്കിൽ നെഹമ്യാവിനെ പോലെ ആത്മാർത്ഥമായി തന്റെ ചുറ്റുപാടും പാപം പെരുകുന്നു കാണുമ്പോൾ, ദൈവമക്കൾ തകർന്ന് കാണുമ്പോൾ കണ്ണുനീരോടെ ആത്മാർത്ഥമായി നെടുവീർപ്പിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞേ, ഹല്ലേലൂയ. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ. പാപം പെരുകിടുന്നു, ലോകം നശിച്ചിടുന്നു, ഉള്ളം തകർന്നിടുന്നു യേശുവേ. പാപം പെരുകിടുന്നു, ലോകം നശിച്ചിടുന്നു, ഉള്ളം തകർന്നിടുന്നു യേശുവേ. ലോകം മുഴുവനും പാപത്തിൻ മോഹത്താൽ നാശത്തിൻ വീതിയിൽ നീങ്ങിടുമ്പോ ഉള്ളം തകരുന്ന വേദനയോടെ ആത്മാക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആത്മാക്കളെ തരിക, എൻ്റെ സർവവും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, എൻ്റെ സർവവും എടുത്തുകൊള്ളുക. ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞേ, ഹല്ലേലൂയ. അപ്പോൾ എത്ര പേര് ഈ രാത്രി തീരുമാനമെടുക്കും? എന്തിനു വേണ്ടിയിട്ടാണ്? ലോകം മുഴുവൻ പ്രാർത്ഥിക്കും, ലോകം മുഴുവന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. നമ്മുടെ ചുറ്റുപാടും അനേകം ആളുകൾ ഇന്ന് പാപത്തിന്റെ പടുകുഴിയിൽ തകർന്ന് വീഴുമ്പോ അവർക്ക് വേണ്ടി അവരെല്ലാവരും ഒന്ന് രക്ഷപ്പെടുവാൻ, അവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം കണ്ണുനീരോടെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുവാനായിട്ട് എത്ര പേർക്ക് തീരുമാനമെടുക്കുവാൻ സാധിക്കും? അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട കൂടപ്പിറപ്പുകളെ, നിങ്ങളെ കണ്ടുകൊണ്ട് ഇന്ന് രാത്രി യേശു സന്തോഷിക്കാൻ പോവുകയാണ്, സ്വർഗം സന്തോഷിക്കാൻ പോവുകയാണ്. അതിലൂടെ ഇപ്പോൾ ഇവിടെ ചില അത്ഭുതങ്ങൾ തമ്പുരാൻ നടത്താൻ പോവുകയാണ്. കാരണം യേശു ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാനൊരു ശുശ്രൂഷ അവസാന ഭാഗത്ത് കടന്നു വരുമ്പോൾ
മത്തായി സുവിശേഷം 5:4 ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. അല്ലെങ്കിൽ വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവച്ചു. ഒന്ന്, അവനവന്റെ സങ്കടങ്ങളെ ഓർത്ത്, അവനവന്റെ പ്രതിസന്ധികളെ ഓർത്ത് ദൈവസന്നദ്ധിയിൽ കരയുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം, പ്രിയപ്പെട്ടവരെ, തങ്ങളുടെ പാപങ്ങളെ ഓർത്ത് ദൈവസന്നദ്ധിയിൽ കരയുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കുമെന്ന് മാത്രമല്ല, അവർക്ക് നിത്യജീവൻ സമ്മാനമായി ലഭിക്കും. മൂന്നാമതായി, ഈ ലോകം മുഴുവൻ, ചുറ്റുപാട് മുഴുവൻ പാപത്തിന്റെ പടുകുഴിയിൽ വീഴുന്നതോർത്ത് അനേകം വ്യക്തികളും കുടുംബങ്ങളുമെല്ലാം പിശാചിന്റെ കയ്യിലെ കളിപ്പാവുകളായി തകർന്ന് തരിപ്പണമായി കാണുമ്പോൾ അവരെ ഓർത്ത് കരയുന്നവർ, അവരും അവരുടെ കുടുംബങ്ങളുമെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് കരയുന്നവർ, അല്ല അവരുടെ എല്ലാം ആത്മാവ് നരകത്തിൽ പോകരുത്, സ്വർഗത്തിൽ പോകണമെന്നുള്ളതായ വലിയ ആഗ്രഹത്തോടെ നെഹമ്യാ പ്രവാചകനെ പോലെ നെടുവീർപ്പിട്ടുകൊണ്ട് വിശ്വാസത്തോടെ, അനുതാപത്തോടെ, ഉപവാസത്തോടെ ദൈവസന്നദ്ധിയിൽ കരയുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. അവർ വഴി അനേകം ആത്മാക്കളെ നേടുന്നവരായി അവർ മാറുമെന്ന് മാത്രമല്ല, അവർ വഴി അനേകം പേര് യേശുവിനെ കണ്ടെത്തുവാനിടയാകും. അനേകം പേർ നിത്യജീവന് അവകാശികളായി മാറും. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ രാത്രി ഈ 3 തീരുമാനങ്ങളോടെ നമ്മൾ ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന ചില നിമിഷങ്ങളാണ് ഇനിയുള്ളത്. പറയട്ടെ, പറഞ്ഞിട്ട് എഴുന്നേറ്റാൽ മതി. നിങ്ങൾക്ക് അപ്രകാരം നിങ്ങൾ തീരുമാനമെടുത്തു എന്ന് ഞാൻ കരുതുകയാണ്. അവനവന്റെ സങ്കടങ്ങളെ ഓർത്ത് യേശുവിന്റെ സന്നദ്ധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവർ. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് നിങ്ങൾ കുറച്ചുകൂടി വിശ്വാസം ഉണ്ടാകുവാനായിട്ട് ഒരു കാര്യം കൂടി ഞാൻ ഒരു അനുഭവം പറഞ്ഞു കേൾപ്പിക്കാം. ഞാൻ പറഞ്ഞല്ലോ, കുറുപ്പമ്പടി പള്ളിയിൽ എല്ലാ ബുധനാഴ്ചയും ധ്യാനയോഗം നടന്നു വരുന്നു. 40 പേരിൽ നിന്ന് ആരംഭിച്ചതായ ധ്യാനയോഗം ഇന്ന് 1500, 1700ഓളം ആളുകളായി. ഒത്തിരി ആളുകൾ ഇവിടെ കടന്നു വരുമ്പോൾ ഒരു 8-10 മാസങ്ങൾക്ക് മുൻപ് ഒരു അമ്മ എന്നെ കാണാൻ കടന്നു വന്നു. അക്രൈസ്തവയായ ഒരു അമ്മയാണ്. 65 വയസ്സ് പ്രായമുണ്ട്. അമ്മ പറഞ്ഞ കാര്യം, അച്ഛാ, എനിക്ക് 2 മക്കളാണ്. മൂത്ത മകളുടെ കല്യാണം കഴിഞ്ഞു, നല്ല നിലയിൽ, നല്ല സ്ഥലത്ത്, നല്ല ജോലിയും, മകളും മരുമകനും എല്ലാം ജോലി ചെയ്യുന്നു, സന്തോഷമായി കഴിയുന്നു. രണ്ടാമത്തെ മകൻ 31 വയസ്സുണ്ട്. ഇപ്പോൾ ഒരു 32 വയസ്സ് അടുത്താറായി കാണും. ഒരു 10 മാസം, 1 വർഷം മുമ്പാണ് എന്നോട് കാര്യം പറഞ്ഞത്. അവൻ MCA ബിരുദധാരിയാണ്. മറ്റൊരു സംസ്ഥാനത്ത് അധ്യാപകനായി ജോലി ചെയ്യുകയായിരുന്നു. എന്നാൽ അവിടെ വെച്ച് എങ്ങനെയോ ലഹരിക്കടിമയായി അവൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു. വച്ചാ താടിയും മുടിയും എല്ലാം നീട്ടി ഒരു ഭ്രാന്തനെ പോലെ. വലിയ സങ്കടമായി. നല്ല മിടുക്കനായിരുന്ന ചെറുപ്പക്കാരൻ, എന്നാൽ ഇതാ അവൻ ഒരു ഭ്രാന്തനായി തിരിച്ചു വന്നിരിക്കുന്നു. ഡോക്ടർമാരെ കാണിച്ചു, അങ്ങനെ പല കാര്യങ്ങളിലൂടെ കടന്നുപോയി, പ്രാർത്ഥിച്ചു, വഴിപാടെല്ലാം നടത്തി. പക്ഷേ 3 വർഷമായി അവന് യാതൊരു മാറ്റവുമില്ല. ഡിപ്രഷനാണ്, ആരോടും ഒന്നും മിണ്ടുന്നില്ല, അങ്ങനെ ഏകനായി കഴിയുകയാണ്. ഇടയ്ക്കെല്ലാം വീട്ടിൽ നിന്ന് പോകും, എപ്പോൾ വരുമെന്നറിയില്ല, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നില്ല. ഈ സങ്കടങ്ങളെല്ലാം എന്നോട് അമ്മ പങ്കുവച്ചു. ധ്യാനയോഗം കഴിഞ്ഞ് കഞ്ഞു കുടിച്ചു കഴിഞ്ഞ് പള്ളികത്ത് വന്ന് പ്രിയപ്പെട്ടവർ സങ്കടം തോന്നി. എന്താണൊരു മറുപടി പറയുക? ഞാൻ പറഞ്ഞു, കാര്യം ചെയ്യാം അമ്മച്ചി, പുറത്തേക്കൊന്നിറങ്ങാം. വരാന്തയിൽ വന്നു. ആ പള്ളിയുടെ മുറ്റത്ത് വലിയ സ്റ്റേജുണ്ട്. ആ സ്റ്റേജിൽ ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ടുണ്ട്. പള്ളിയുടെ പടമുണ്ട്, യേശുവിന്റെ പടമുണ്ട്, ദൈവമാതാവിന്റെ പടമുണ്ട്. അവിടെ ഒരു ബൈബിൾ വചനം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ആ വചനം എങ്ങനെയാണ്? ലൂക്കോസ് 7:13, കർത്താവ് അവളെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. ഞാനത് പറഞ്ഞു കൊടുത്തു. അമ്മേ, ഇത് 2000 വർഷങ്ങൾക്ക് മുൻപ് യേശുക്രിസ്തുവിന്റെ കാലത്ത് സംഭവിച്ച സംഭവമാണ്. നയീൻ എന്ന് പറയുന്ന ഒരു പട്ടണം. ആ പട്ടണത്തിൽ ഒരു വീട്ടിൽ ഒരു അപ്പൻ, അമ്മ, ഒരു മകൻ, 3 പേര് സന്തോഷത്തോടെ ജീവിച്ചിരിക്കും. മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ദിവസം പെട്ടെന്ന് ഈ ഗൃഹനാഥൻ മരിച്ചുപോയി. ഭാര്യ വിധവയായി, സങ്കടമായി. എന്തു ചെയ്യും? വല്ലാത്ത സങ്കടം. ഇതാ കുറെ നേരം കരഞ്ഞു. കരച്ചിലെല്ലാം കഴിഞ്ഞ് സെമിത്തേരിയിലേക്ക് വിലാപയാത്ര പോയി. ആ സ്ത്രീ അന്ന് ഒത്തിരി കരഞ്ഞുകൊണ്ടാണ് പോയത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിലും ആ അമ്മയ്ക്ക്, ആ വിധവയായ ഭാര്യയ്ക്ക് ഒരു ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മോനുണ്ട്, ആൺകുട്ടിയാണ്. അവൻ വളർന്നു വരുമ്പോൾ എന്നെ കരുതുമല്ലോ. ചെറിയൊരു ആശ്വാസം. വിലാപയാത്ര, സെമിത്തേരിയിലെത്തി, മരിച്ചടക്ക് കഴിഞ്ഞു, തിരികെ പോന്നു. വർഷങ്ങളേറെ കഴിഞ്ഞു. ഈ മകൻ യുവാവായി.
സന്തോഷത്തോടെ അമ്മയും മകനും ജീവിച്ച് അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് പെട്ടെന്നൊരു നാൾ ഈ മകനും മരിച്ചുപോയി. ഇനി എന്തിനാണ് ആ സ്ത്രീ ജീവിക്കുന്നത്? ജീവിച്ചൊട്ടൊരു കാര്യമില്ല. ഒരേ ഒരു മകനും മരിച്ചുപോയി. ഇനി ആരുമില്ല തുണയായിട്ട് സഹായിക്കാൻ, സ്നേഹിക്കാൻ ആരുമില്ല. ഈ വിലാപയാത്ര രണ്ടാമതോടെ പുറപ്പെട്ടപ്പോൾ ഈ അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിലാപയാത്ര ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ബൈബിളിൽ പറയുന്നു, കൂടെ നിന്നവരെല്ലാവരും കരയുന്നുണ്ട്. എല്ലാവരും കരഞ്ഞുകൊണ്ട് വിലാപയാത്രയിൽ പങ്കെടുത്ത് പോകുക. എല്ലാവരും ചിന്തിക്കുക, ദൈവമേ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നെല്ലാം ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ വിലാപയാത്ര പോകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തു ഇതാ ഓപ്പോസിറ്റായിട്ട് എഴുന്നള്ളി വരികയായിരുന്നു. അത് സന്തോഷത്തിന്റെ യാത്രയായിരുന്നു. യേശുക്രിസ്തുണ്ട്, ശിഷ്യന്മാരുണ്ട്, ആയിരക്കണക്കിന് ആളുകളുണ്ട്. സന്തോഷത്തോടെ വരുമ്പോൾ രണ്ട് യാത്രയും തമ്മിൽ കണ്ടുമുട്ടി. വിലാപയാത്രയും സന്തോഷത്തിന്റെ യാത്രയും. ഈ സ്ത്രീ യേശുവിനെ കാണുന്നില്ല. ഇവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പോവുകയാണ്, എണ്ണിപ്പറഞ്ഞുകൊണ്ട് പോവുകയാണ്. ആ നിലവിളി യേശു കേട്ടു. യേശു നിന്നു. അവിടെ പറയുകയാണ്, കർത്താവ് അത് കണ്ടു, കേട്ടു, എല്ലാം മനസ്സിലായി. യേശുവിൻ്റെ മനസ്സലിഞ്ഞു. അവൻ അടുത്തേക്ക് വന്നിട്ട് ഈ സ്ത്രീയുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു, മോളെ കരയണ്ടാട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് യേശു എന്താ ചെയ്തത്? ആ മരിച്ചു കിടന്ന ചെറുപ്പക്കാരനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ബാല്യക്കാരെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവനിതാ ചാടി എഴുന്നേറ്റു. പ്രിയപ്പെട്ട എല്ലാവരും അത്ഭുതപ്പെടുകയാണ്. അത് കഴിഞ്ഞ് യേശു തമ്പുരാൻ ആ പയ്യന്റെ കൈ പിടിച്ചുകൊണ്ട് നിന്ന് അമ്മയുടെ അടുക്കൽ കൊണ്ട്, അമ്മേ ഇതാ കൊച്ചിനെ പിടിച്ചോ എന്ന് പറയുകയാണ്. അമ്മയ്ക്ക് വലിയ സന്തോഷമായി. ഇതാ വിലാപയാത്ര അവിടെ നിൽക്കുകയാണല്ലോ. നേരെ യു-ടേൺ തിരിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. പിന്നെ സെമിത്തേരിയിലേക്ക് പോയില്ല. കാരണം ആ മകൻ ജീവിച്ചു. പ്രിയപ്പെട്ടവരെ, സന്തോഷമായ കാരണം ആ യേശു അവിടെ എഴുന്നള്ളി വന്നു എന്ന് മാത്രമല്ല, ആ സ്ത്രീ കരഞ്ഞത് കൊണ്ടാണ്, ആ നിലവിളി കേട്ടത് കൊണ്ടാണ് യേശുവിൻ്റെ മനസ്സലിഞ്ഞത്, യേശു ആശ്വസിപ്പിച്ചത്, അത്ഭുതം പ്രവർത്തിച്ചത്. ഞാൻ ഈ അമ്മയോട് കാര്യമെല്ലാം പറഞ്ഞ് ചുരുക്കി സമയം തീരുകയാണല്ലോ. ഈ അമ്മ അത് കേട്ട് ഓരോ ബുധനാഴ്ച അവിടെ കടന്നു വന്ന് ആ സ്റ്റേജിലേക്ക് നോക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ച് ഏകദേശം 8 മാസം കഴിഞ്ഞപ്പോൾ അമ്മ ഒരു ദിവസം വന്ന് പറയുകയാണ്, എൻ്റെ മുറിയിൽ വന്ന് പറയാം, അച്ഛാ വലിയ അത്ഭുതം നടന്നു കേട്ടോ. അച്ഛൻ്റെ യേശു എൻ്റെ മകന് സൗഖ്യം കൊടുത്തു എന്ന്. മാനസിക രോഗമുണ്ടായിരുന്ന, ഡിപ്രഷൻ ഉണ്ടായിരുന്ന ആ മകൻ 8 മാസമോ ആയപ്പോഴേക്കും അവൻ്റെ രോഗം പരിപൂർണമായി യേശുദമ്പരൻ സൗഖ്യമാക്കി കൊടുത്തു എന്ന് മാത്രമല്ല, ആ മകൻ വീണ്ടും മറ്റൊരു സംസ്ഥാനത്ത് അധ്യാപകനായി ജോലി കിട്ടി. 25,000 ശമ്പളമുണ്ട്, അക്കോമഡേഷൻ ഫ്രീ ആണ്, ഫുഡ് ഫ്രീ ആണ്. സന്തോഷമായി എന്ന് പറഞ്ഞിട്ട് മൊബൈൽ ഫോണിൽ ഒരു ഫോട്ടോ കാണിച്ചു തന്നു. അച്ഛാ ഇതാണ് എൻ്റെ മകൻ, നല്ല സുന്ദരനായ ചെറുപ്പക്കാരൻ, പാൻറ് ഷർട്ടുമെല്ലാം ഇൻസർട്ട് ചെയ്ത് ഫുൾ സ്ലീവ് അണിഞ്ഞതായ ചെറുപ്പക്കാരൻ. അമ്മ വീണ്ടും മൊബൈൽ ഫോൺ മാറ്റിയിട്ട് പറഞ്ഞ, അച്ഛാ ഈ ഫോട്ടോ കാണുന്നു, അച്ഛനെ ആളെ അറിയുമോ? ഇല്ല. ഒരു ഭ്രാന്തനായ ചെറുപ്പക്കാരനെ കണ്ടു, താടിയും മുടിയെല്ലാം നീട്ടിയിട്ടുണ്ട്. ഈ അമ്മ പറയുകയാണ്, അച്ഛാ 8 മാസം മുൻപ് ഞാനിവിടെ ആദ്യമായി ധ്യാനത്തിന് വന്നപ്പോൾ എൻ്റെ മോൻ്റെ രൂപം ഇതുപോലെ പ്രാകൃതമായ രൂപമായിരുന്നു. എന്നാൽ 8 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ മോനെ ഒരു മിടുമിടുക്കനാക്കി അച്ഛൻ്റെ യേശു മാറ്റി എന്ന്. ഹല്ലേലൂയ. ആ യേശു ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ നിമിഷം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പോവുകയാണ്. ഈ രാത്രി അത്ഭുതങ്ങളുടെ രാത്രിയാണ്. ഈ നൈറ്റ് വിജിൽ യേശു വ്യക്തമായിട്ട് ഇടപെടാൻ പോവുകയാണ്. കാരണം എന്താണ്? യേശു ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഒന്ന് കണ്ണുകളടച്ച്, എല്ലാവരും കണ്ണുകളടച്ച്, പ്രിയപ്പെട്ടവരെ ഒന്ന് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പിടിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്നേഹമുള്ളവർ, ഈ സമയം നമ്മുടെ സങ്കടങ്ങളും ഭാരങ്ങളുമെല്ലാം ദൈവസന്നിധിയിൽ 1 മിനിറ്റ് സമയം ഒന്ന് സമർപ്പിക്കാമോ? 1 മിനിറ്റ് നമ്മുടെ സങ്കടങ്ങൾ ദൈവത്തോട് പറയുമ്പോൾ യേശു തൊട്ടടുത്ത് എഴുന്നള്ളി വന്നിട്ടുണ്ട്. വിശ്വാസത്തോടെ പറയണം കേട്ടോ. തമ്പുരാനെ, അപ്പാ എനിക്ക് വേറെ ആരുമില്ല, എന്നെ സഹായിക്കാൻ വേറെ ആരുമില്ല, ഒന്ന് എന്നെ സ്പർശിക്കാമോ? ഞാൻ വിശ്വസിക്കുന്നു നീ ജീവിക്കുന്ന ദൈവമാണെന്ന്. ഞാൻ വിശ്വസിക്കുന്നു നീ ജീവനുള്ള ദൈവമാണെന്ന്. അനുതാപത്തോടെ ഞാൻ എൻ്റെ പാപങ്ങൾ ഏറ്റുപറയാൻ തയ്യാറാകുന്നു. 1 മിനിറ്റ് കണ്ണുകളടച്ചെന്ന് പറയാമോ? ഹല്ലേലൂയ. കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ കരം കൂപ്പി പിടിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയാണ്.
ഇതാ നിന്റെ പ്രിയപ്പെട്ട മക്കൾ അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഇതാ അവനവന്റെ സങ്കടങ്ങളും ഭാരങ്ങളും എല്ലാം അങ്ങയോട് പറഞ്ഞല്ലോ. തമ്പുരാനെ കേട്ടല്ലോ കർത്താവേ, അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ. യേശുവേ, കരുണ തോന്നണമേ. ഈ ജനത്തിനു വേണ്ടി എല്ലാ ബഹുമാനപ്പെട്ട വൈദ്യരോട് ചേർന്നോടെയും പ്രാർത്ഥിക്കുകയാണ്. സീനായി മാമലയിൽ മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടവനായ പൊന്നു തമ്പുരാനെ, ഹോറേബ് പർവ്വതത്തിൽ എഴുന്നള്ളി വന്ന കർത്താവേ, യെരൂശലേം ദേവാലയത്തിലേക്ക് എഴുന്നള്ളി വന്ന പൊന്നു തമ്പുരാനെ, ഞങ്ങളുടെ മധ്യത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് ജീവനുള്ള ദൈവമാണല്ലോ യേശുവേ. ദാവീദും ഏലിയാവും ഏലീശായും പ്രാർത്ഥിച്ചപ്പോ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ ദൈവമേ, ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബഹുമാനപ്പെട്ട വൈദികരോട് ചേർന്ന് അടിയനും പ്രാർത്ഥിക്കുകയാണ്. തിരുസഭയ്ക്ക് ലഭിച്ചതായ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കെട്ടുവാനും അഴിക്ക് ലഭിച്ചതായ പൗരോഹിത്യ അധികാരം പ്രാർത്ഥിക്കുകയാണ്. മത്തായി 18:18, 16:18, ലൂക്കോസ് 9:1-2 വചനപ്രകാരം പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ പിശാച് കാലാകാലങ്ങളായി കെട്ടി വരിഞ്ഞ് മുറുകിക്കുന്നതായ സകല ദുഷ്ടശക്തികളും യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ശാസിക്കുന്നു. യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ശാസിക്കുന്നു. യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ശാസിക്കുന്നു. എബ്രായർ 9:14 യേശുവിന്റെ തിരക്തങ്ങൾ തളിക്കണമേ. പൈശാചികൻ ഇവിടെ തകർന്നു പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവജനമേ, രണ്ട് കരങ്ങളും സ്വർഗത്തിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാമോ? സ്തുതിച്ച് പ്രാർത്ഥിച്ച് യേശുവേ എന്ന് വിളിക്കാമോ? യേശുവേ, ഞങ്ങൾ അങ്ങേ വിളിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ദാവീദ് പുത്രനായ യേശുവേ, ഈ ജനത്തോട് കരുണ തോന്നണമേ. ലൂക്കോസ് 6:19, അവരിൽ ശക്തി പുറപ്പെട്ടവനെല്ലാവരെയും സൗഖ്യമാക്കി. യേശുവേ, ആ തിരുവചനത്തിന്റെ യോഗ്യതയാൽ എല്ലാ രോഗികളെയും അപകടം പറ്റിയവരെയും അങ്ങ് സൗഖ്യമാക്കണമേ. മനോരോഗങ്ങൾ മാറ്റണമേ. ഡിപ്രഷൻ മാറ്റണമേ. മദ്യപാനശീലങ്ങൾ മാറ്റണമേ. ലഹരി മരുന്നുപയോഗങ്ങൾ മാറ്റണമേ. കുടുംബസമാധാനം നൽകണമേ. വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടത്തി കൊടുക്കണമേ. ദൈവസ്നേഹം വർദ്ധിപ്പിക്കണമേ. പ്രത്യാശ നൽകണമേ. ഭവനമില്ലാത്തവർക്ക് ഭവനം നൽകണമേ. യേശുവേ, നിത്യജീവൻ കാംക്ഷിച്ചുകൊണ്ട് വിശുദ്ധിയോടെ ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഈ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷകളെ അങ്ങ് മാനിക്കണമേ. പരിശുദ്ധാത്മാവേ, ഒരു കൊടുങ്കാറ്റായി ഇവിടെ ആഞ്ഞു വീശണമേ. ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളോട് മനസ്സലിയണമേ. ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യണമേ. സമാധാനത്തോടെ മടക്കി അയക്കണമേ. നിരാശ മാറ്റണമേ. ആത്മഹത്യാ പ്രവണത മാറ്റണമേ. വിശ്വാസം വർദ്ധിപ്പിക്കണമേ. പ്രത്യാശ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും ഇരിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം ആദ്യമായി ഈ അനുഗ്രഹീതമായ IMS ധ്യാനകത്തിൽ കടന്നു വരുവാനും ഈ നൈറ്റ് വിജിലിൽ നിങ്ങളോടൊപ്പം വചനം പങ്കുവയ്ക്കുവാൻ ബലഹീന എനിക്കും അവസരം ലഭിച്ച ദൈവത്തെ ആത്മാർത്ഥമായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട വൈദികരോട്, ചുമതലക്കാരോട് എല്ലാവരോടും നന്ദി പറയുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും കുടുംബത്തെയും ഓർക്കണമേ. അതോടൊപ്പം കുറുപ്പുംപടി പള്ളിയിലെ എല്ലാ ബുധനാഴ്ചത്തെയും ധ്യാനയോഗത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ എന്ന് പറഞ്ഞേ, സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ.
മംഗളഗീതം പാടി വരും നിതാ ഞങ്ങൾ കന്യാമാതാവിനു നവ കീർത്തനമേക. മംഗളഗീതം പാടി വരും നിതാ ഞങ്ങൾ കന്യാമാതാവിനു നവ കീർത്തനമേക. അകതാരിലായി ജപഗീതികളോടെ അണയുന്നു നിൻ പ്രിയരീ മക്കൾ ഞങ്ങൾ. അമ്പലവും ഭൂതലവും നാഥനെ വാഴ്ത്തിടാം. ചഞ്ചലമാ ഹൃദയത്തിൽ യേശു നിറഞ്ഞിടാം. ജീവിതകാലം രക്ഷകനായി സ്തുതിഗീതം പാടാം. IMSന്റെ അമ്മേ നിൻ കൃപകൾ ചൊരിയണമേ. കാരുണ്യത്തിൻ മാതാവേ ഞങ്ങൾക്കഭയം നീയേ. സഹരക്ഷകയ മാതാവേ എന്നും ശരണം നീയേ. ഒരു കുടക്കീഴി ഒരുമിച്ചു ചേരാൻ ഒരു മനമായി നിൻ സന്നിധി അണയാൻ. നാദയും നീയേ, ദീപവും നീയേ, ആശ്രയം നീയേ എൻ പ്രിയതായേ. ആശ്രയം നീയേ എൻ പ്രിയതായേ. അമ്പലവും ഭൂതലവും നാഥനെ വാഴ്ത്തിടാം. ചഞ്ചലമാ ഹൃദയത്തിൽ യേശു നിറഞ്ഞിടാം. ജീവിതകാലം രക്ഷകനായി സ്തുതിഗീതം പാടാം.